എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് പറയാനൊന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ചെറുതാക്കിയായിരിക്കും ഞാൻ പറയാ. ഒരുവിധം പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. ഇനി കുറച്ച് പഠിച്ചവർക്ക് ഇനി ഏതൊക്കെ പഠിക്കണമെന്നൊരു ഐഡിയ കിട്ടും. ഇനിയുള്ള ദിവസം നന്നായിട്ട് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടും. ഞാൻ വീണ്ടും പറയാണ്, ഇനിയുള്ള ഇത്രയും ദിവസം നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, ഇനിയുള്ള 3 ദിവസം നന്നായിട്ട് പഠിച്ചാൽ പോലും ചിലപ്പോൾ കിട്ടും. അതുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യാൻ മറന്നു പോകരുത്. തുടങ്ങുവാണ്. ബലായാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുവിധം എല്ലാ മേഖലയിൽ നിന്നും ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യാ, ഞാൻ പറഞ്ഞുതരാം. ആ സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്ത് പോണേ. സമയമില്ല നമ്മുടെ കയ്യിൽ, അതുകൊണ്ടാണ്. ഇൽമുൽ ബയാൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, പിന്നെ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഏത് ഓപ്ഷനാണ് അവിടെ വരിക എന്നുള്ളതാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? 2 സെക്കൻഡ് ഞാൻ സമയം തരത്തുള്ളൂ കേട്ടോ, പെട്ടെന്ന് പോകാനാ. ഇൽമുൽ ബയാൻ, പിന്നെ ഇൽമുൽ മആനി, പിന്നെ അത് കഴിയുമ്പോൾ നമുക്കറിയാം ഇൽമുൽ ബലായിൽ പഠിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഞാൻ ആദ്യമേ ക്ലാസ് എടുത്ത് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോന്നും ഏതിലൊക്കെയാണ് വരുന്നതെന്ന് മാത്രമാണ് ആദ്യം പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഡെഫിനിഷൻ പഠിക്കേണ്ടത്. അതും പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഉദാഹരണങ്ങൾ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, പിന്നെ ഇൽമുൽ ബദി, ഈ 3 കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇൽമുൽ ബലാ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൽമുൽ ഇറക്കസു അല്ല ജമാലിയത് താബിർ, ഒരു ആശയത്തെ നല്ല ഭംഗിയിൽ അവതരിപ്പിക്കുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇൽമ ഏതാണ് എന്നുള്ളതാണ്. വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറി 3ക്കാണ് ചോദിച്ചത്. പക്ഷെ പെട്ടെന്ന് ആൻസർ ചെയ്യണേ. ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു ആശയത്തെ നല്ല ഭംഗിയിൽ അവതരിപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഇൽമാണ്? ഇൽമുൽ ബലാഅയാണോ, ഫിഖ് ആണോ, ഇൽമുൽ അറൂദ് ആണോ, അതോ ഇൽമുൽ സർഫ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഇതിൽ സംശയമുള്ള ഒരു കാര്യമില്ല. ഇൽമുൽ ബലാഅയാണ്. ഇൽമുൽ ബലാഅയുടെ ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അൽ-ഇത്തിയാൻ ബിൽ മഅന അൽ ജലീൽ ബിവുദൂഹ് വൽ ഇബാറത്തുൻ ഫസീഹത്തുൻ സ്വഹീഹത്തുൻ, ഒരു ആശയത്തെ നല്ല ഭംഗിയായിട്ട് വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇൽമുൽ ബലാ. അങ്ങനെ ഒരാൾ സംസാരിച്ച് നമ്മൾ നല്ല ബലാഇ ആയിട്ടുള്ള സംസാരിക്കുന്ന ആൾ, നന്നായിട്ട് സംസാരിക്കുന്ന ആളെന്ന് പറയും. അത്രേ ഉള്ളൂ. ഇനി എഹ്തറ ഷാദ് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം കൂട്ടത്തിൽ പെടാത്ത ആളാണ്, ഓഡ് വൺ ഔട്ടാണ്. ഏതാണത്? തഷ്ബീഹ്, ഇസ്തിആറ, റജ്സ്, കിനായ. പെട്ടെന്ന് ആൻസർ പോരട്ടെ. ഇത് വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റജിസ് ആണ്. റജിസ് എന്താണെന്ന് അറിയാമല്ലോ. റജിസ് ഒരു ബഹറിൽ പെട്ടതാണ്. ഇൽമുൽ അറൂദിൽ വരുന്ന കവിതയുടെ ബഹറിൽ പെട്ട ഒരു ബഹറിന്റെ പേരാണ് റജിസ്. ബാക്കി 3 തഷ്ബീഹും ഇസ്തിആറയും കിനായയും എല്ലാം ഇൽമുൽ ഏതെല്ലാം വരുന്ന? ഇൽമുൽ തഷ്ബീഹും ഇസ്തിആറയും കിനായയും ബദി ആണോ? ബയാന്. ബയാനാണ്. തഷ്ബീഹും ഇസ്തിആറും കിനായയും ബയാനിൽ വരുന്നതാണ്. ഓക്കെ, മൂന്നാമത്തത് ഇൽമുൻ യബ്ഹസു ഫീഹി അനി തഷ്ബീഹ് വൽ മജാസ് വൽ കിനായ. കണ്ടോ, വീണ്ടും ചോദിച്ചാണ്ടോ? ഒരു വിഷയം, ഒരു ഇൽമ, അതിനകത്ത് തഷ്ബീഹും മജാസും കിനായാണെന്ന് നമുക്ക് മൊത്തത്തിൽ പറയാം. എങ്കിൽ അത് ഏത് ഇനമാണ്? പെട്ടെന്ന് ചെയ്യേ. നഹു ആണോ, ബയാനാണോ, മആനിയാണോ, ബദീ ആണോ? എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കാതെ വേണം എക്സാം എന്ത് ചെയ്യാ, മാർക്ക് സ്കോർ ചെയ്യാൻ. ടെൻഷൻ അടിക്കാതെ ചെയ്യണം. നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ബയാനാണ്. ഓക്കെ, ഞാൻ മുമ്പ് തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയാൻ പഠിക്കുമ്പോൾ ബലാ പഠിക്കുമ്പോൾ ഇൽമുൽ ബയാനുണ്ട്, ഇൽമുൽ മആനിയുണ്ട്, ഇൽമുൽ ബദിയുണ്ട്. എൻ്റെ വാളിന്റെ പേര് കൃത്യമായി പഠിച്ചിരിക്കണം. ഇൽമുൽ ബയാന്റെയും ഇൽമുൽ മആനിന്റെ വാളിഹ ആരാണെന്ന് ചോദിച്ചാൽ അബ്ദുൽ ഖാഹിർ ജോർജാനി എന്നാണ് പറയേണ്ടത്. ഇൽമുൽ ബദീന്റെ ചോദിച്ചാൽ അബ്ദുല്ലാഹ് ഇബ്നു മുഅത്തസ്. മൊത്തത്തിൽ ഇൽമുൽ ബലായുടെ വാളിഹ എന്ന് ചോദിക്കുകയാണെങ്കിൽ അബ്ദുൽ ഖാഹിർ ജോർജാനി തന്നെ പറഞ്ഞാൽ മതി. ഇൽമുൽ ബദി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം ഓപ്ഷനിൽ എന്തായാലും അബ്ദുൽ ഖാഹിർ ജോർജാനി കാണും. നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കയറി അതിൽ ആൻസർ ചെയ്യും. ഇൽമുൽ ബദി ചോദിക്കുകയാണെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു മുഅത്തസ് എന്നാണ്. ഈ ഇബ്നു മുഅത്തസ് നമ്മൾ എപ്പോഴും ഇബ്നു മുഅത്തസ് എന്ന് പഠിച്ചു വയ്ക്കും. അപ്പോൾ ഓപ്ഷനിൽ മുഹമ്മദ് ഇബ്നു മുഅത്തസ്, അതിൽ അഹമ്മദ് ഇബ്നു മുഅത്തസ്, അബ്ദുല്ലാഹ് ഇബ്നു മുഅത്തസ് അങ്ങനെ കാണും കേട്ടോ. അതുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മുഅത്തസ് എന്ന് തന്നെ പഠിച്ചു വെച്ചേക്കാം. ആദ്യം തന്നെ പറഞ്ഞ കാര്യം, ഇൽമുൽ ബയാനിൽ ഏതൊക്കെയുണ്ട്, ഇൽമുൽ മആനിയിൽ ഏതൊക്കെയുണ്ട്, ഇൽമുൽ ബദിയിൽ ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കാം. തഷ്ബീഹ്, അതുപോലെ മജാസുൽ മുർസൽ, ഇസ്തിആറ, ഇതൊക്കെയാണ് ഇൽമുൽ ബയാനിലുള്ളത്. പിന്നെ ഇൽമുൽ മആനിലുണ്ടെങ്കിൽ ഖബർ, ഇൻഷാ, പിന്നെ അതിൽ തന്നെ തൊലബി, ഒയറത്തലബി, പിന്നെ തൊലബിയുടെ ഭാഗങ്ങൾ അമ്ര, നഹി, ഇസ്തിഫാമ്, നിദാ, തമന്ന എന്നുള്ള ആ ഭാഗം, അതിൽ ഒയറത്തൊലബി, താജ്ജുബ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നില്ലേ ആ ഭാഗം, അതിന്റെ പേരുകളെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. മആനിൽ നിന്നും ക്വസ്റ്റ്യൻസ് തീരെ കുറവാണ് ചോദിക്കുന്നത്. കൂടുതലും ചോദിക്കുക ബദീന്നാണ്, പിന്നെയും ചോദിക്കുക ഇൽമുൽ ബയാനിന്നാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ എളുപ്പമായതുകൊണ്ടാണ്.
പിന്നെ ഇൽമുൽ ബദിയിൽ വന്ന മഹസനാത്ത് ലഫ്ലിയ അൽ ജിനാസ് സജ്ജ ഇക്തിബാസ് ഒക്കെ വരും. മഹസനാത്ത് മാനവിയില് തിബാഖ് മുഖാബല തൗരിയ പിന്നെ ഹുസ്ന താരിൽ ഉസ്ലൂബുൽ ഹക്കീമ അതൊക്കെ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യുഅറഫു ഇൽമുൽ ബയാൻ ബിഅന്നഹു ഇൽമുൻ യഅന. ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. യുഅറഫു ഇൽമുൽ ബയാൻ ബിഅന്നഹു ഇൽമുൻ യഅന. ഒരു വിഷയത്തിന്, ഒരു ഇൽമിനെ നമ്മൾ ഇൽമുൽ ബയാൻ എന്ന് വിളിക്കുന്നത് അതിനകത്ത് എന്ത് കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ്. ചില കീ വേർഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കണം, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വാക്ക് ഇതിന് ഒരു വാക്ക് കിട്ടുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഇൽമുൽ ബയാൻ. തഷ്ബീഹ് എന്ന വാക്ക് അതിനകത്ത് കണ്ടല്ലോ, ബിസുവർ വൽ അഖീലത്ത് വ തഷ്ബീഹ്. തഷ്ബീഹ് വരുന്ന ഇൽമുൽ ബയാനകത്താണ്. പിന്നെ ഈ മുക്തള ഹാൽ വരുന്ന അവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 ഡെഫിനിഷൻ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. ഇൽമുൽ ബയാൻ ആണെങ്കിൽ ഹുവ ഫന്നല്ലദി യുഅറഫു ബി ഈറാദുൽ മഅനൽ വാഹിദ് ബി തുറക്കുൻ മുഖ്തലിഫ. അവിടുത്തെ കീവേഡ് ഒരു ആശയത്തെ വ്യത്യസ്ത വഴികളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള. മഅന വാഹിദ് ബി തുറക്കുൻ മുഖ്തലിഫ. ആ തുറക്കുൻ മുഖ്തലിഫ കണ്ട ഉടനെ ഇൽമുൽ ബയാൻ ആണെന്ന് ആൻസർ ചെയ്യാം. ഇനി ഇൽമുൽ മഅനി ആണെങ്കിലോ അവിടെ വരുന്ന കീവേഡ് ആണ് മുക്തള ഹാൽ എന്നൊക്കെ പറയുന്ന കീവേഡ്. അത് ഹുവ ഇൽമുൻ യബഹസു ഫീഹി അൻ അഹ്വാൽ ലഫ്ളി അല്ലദി യുതാബിഖു കലാം ബിഹാ അൽ മുക്തള ഹാൽ. മുക്തള ഹാലിനനുസരിച്ച് നമുക്ക് കേൾവിക്കാരൻ അല്ലെങ്കിൽ പ്രേക്ഷകൻ അവനെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പറയുന്ന ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് മാറ്റി മാറ്റി സംസാരിക്കുക. അതിനെ നമ്മൾ ഇൽമുൽ മഅനി എന്ന് വിളിക്കാം. ഇനി ഇൽമുൽ ബദീ ആണെങ്കിൽ ഹുവ ഇൽമുൻ യബഹസു ഫീഹി അൻ വുജൂഹ് തഹ്സീനുൽ കലാം. അവിടെ തഹ്സീൻ എന്ന വാക്കിനാണ് ഇമ്പോർട്ടന്റ്. ഒരു കാര്യത്തിനെ വെറുതെ അങ്ങ് പറഞ്ഞപ്പോൾ കുറച്ച് ഭംഗിയാക്കി പറയണം. ഒന്നെങ്കിൽ അതിന്റെ ആശയത്തെ ഭംഗിയാക്കി പറയാം, അല്ലെങ്കിൽ വാക്കുകളെ മാക്സിമം ഭംഗിയാക്കി പറയാം. ആ ഭംഗിയാക്കലാണ് ഇൽമുൽ ബദീ. ഇപ്പൊ കീവേഡ്സ് എന്നോട് പറയാണ്. മഅന വാഹിദ് ബി തുറക്കുൽ മുഖ്തലിഫാണ് ഇൽമുൽ ബയാന്. മുക്തള ഹാൽ കാണുവാണെങ്കിൽ ഇൽമുൽ മഅനിയാണ്. അതുപോലെ തഹ്സീനുൽ കലാം അല്ലെങ്കിൽ തഹ്സീനുൽ മഅനവി അല്ലെങ്കിൽ തഹ്സീനുൽ ലഫ്ളി എന്ന് കാണുവാണെങ്കിൽ അത് ഇൽമുൽ ബദീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. ബയാൻ എന്ന ഷൈഅൻ ഔ അശ്യാഅൻ ശറഖത്തു ഗൈറഹാ ഫി സിഫത്തിൻ ഔ അക്സറ. ഈ ഡെഫിനിഷൻ പഠിക്കാത്ത ആരും ഉണ്ടാവില്ല. പെട്ടെന്ന് പോട്ടെ. ഒരുത്തം പേർക്ക് അറിയാവുന്ന ഡെഫിനിഷൻ തന്നെയാണ്. തഷ്ബീഹിന്റെ ഡെഫിനിഷനാണ്. തഷ്ബീഹ് എന്ന് വെച്ചാൽ ബയാൻ എന്ന ഷൈഅൻ ഔ അശ്യാഅൻ ശറഖത്തു ഗൈറഹാ ഫി സിഫത്തിൻ അക്സറ. ഒന്നിലധികമോ ഗുണങ്ങൾ ഒന്ന് മറ്റൊന്നിനോട് സാമ്യതപ്പെടുത്തി പറയുന്നത്, അങ്ങനെ വിശദീകരിച്ച് പറയുന്നതിന് നമ്മൾ തഷ്ബീഹ് അഥവാ എന്താണ് സിമിലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് വജ്ഹു ഷിബ്ഹ് നിഖാഷൻ ഫി. വജ്ഹ് ഷിബ്ഹ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഏത് കാര്യം പറയുമ്പോഴാണ് ചർച്ച ചെയ്യുന്നത്? ഇൽമുൽ അറൂൽ പറയുമ്പോഴാണോ, ഇൽമുൽ മിന്തഖ് പറയുമ്പോഴാണോ, ഇൽമുൽ നഹ്വു പറയുമ്പോഴാണോ, ഇൽമുൽ ബലാ പറയുമ്പോഴാണോ? എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്ക്. വജ്ഹ് ഷിബ്ഹ് പറയുന്നത് ഇൽമുൽ ബലാ. ഇൽമുൽ ബലായിൽ തന്നെ ഇൽമുൽ ബയാൻ പറയുമ്പോഴാണ്. ഇൽമുൽ ബയാനിൽ തന്നെ തഷ്ബീഹ് പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയാ, തഷ്ബീഹിന്റെ 4 ഭാഗങ്ങളായിട്ടുള്ള മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, അദാത്തു തഷ്ബീഹ്, വജ്ഹു ഷിബ്ഹ്. വജ്ഹു ഷിബ്ഹിന്റെ കാര്യം പ്രത്യേകം പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. തഷ്ബീഹ് ഡാഷ് മാ ഹുദിഫ മിൻഹു വജ്ഹു ഷിബ്ഹ്. ഒരു തഷ്ബീഹിൽ നമ്മൾ വജ്ഹു ഷിബ്ഹിനെ മാറ്റിയാൽ അല്ലെങ്കിൽ കളഞ്ഞാൽ എങ്കിൽ ആ തഷ്ബീഹിനെ നമ്മൾ എന്ത് തഷ്ബീഹ് എന്ന് വിളിക്കും? 5 കൃത്യമായി പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തഷ്ബീഹ് പഠിച്ചിട്ട് വേണം ബയാനിലെ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിക്കാൻ. കാരണം തഷ്ബീഹാണ് എപ്പോഴും ചോദ്യം ചോദിക്കുന്നത്. 5 ഇങ്ങനെയൊക്കെയാണ്: മുർസല്, മുഅക്കദ്, മുഫസ്സില്, മുജ്മല്, ബലിയ്. അദാത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുർസല്, ഇല്ലെങ്കിൽ മുഅക്കദ്. അതുപോലെ വജ്ഹു ഷിബ്ഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഫസ്സില്, ഇല്ലെങ്കിൽ മുജ്മല്. പിന്നെ രണ്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ തഷ്ബീഹുൽ ബലിയ്. അപ്പൊ ഇവിടെ ചോദിച്ചത് വജ്ഹു ഷിബ്ഹ് പറയാത്തത് ഏതെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തഷ്ബീഹുൽ മുജ്മലാണ്. അടുത്ത നോക്ക്. മാദാ തുസമ്മ തഷ്ബീഹ് അല്ലദി ഹുദിഫ മിൻഹു അദാത്തു വ വജ്ഹു ഷിബ്ഹ്. അദാത്തും വജ്ഹു ഷിബ്ഹും രണ്ടും കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തഷ്ബീഹിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആ തഷ്ബീഹിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തഷ്ബീഹുൽ ബലീ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്ക്. അല്ലുമ്മു മദ്രസത്തുൻ ഹാദിഹി ഖിത്അത്തുൻ മിസ്ലില്ലി. എന്തിന്റെ ഉദാഹരണമാണ് അല്ലുമ്മു മദ്രസത്തുൻ? മാതാവ് വിദ്യാലയമാണ് എന്ന് പറയുന്നത് എന്ത് തരം തഷ്ബീഹാണ്? തഷ്ബീഹ് തംസീലിയാണോ, തഷ്ബീഹുൽ മഖ്ലൂബാണോ, തഷ്ബീഹുൽ മുജ്മൽ ആണോ, തഷ്ബീഹുൽ ബലീ ആണോ? അൽ ഉമ്മു മദ്രസത്തുൻ. ഉമ്മ മദ്രസയെ പോലെയാണെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്താണ്, വെളിച്ചം കൊടുക്കുന്ന കാര്യത്തിൽ ഉമ്മ മദ്രസയെ പോലെയാണ്, അല്ലെങ്കിൽ അറിവ് കൊടുക്കുന്ന കാര്യത്തിൽ ഉമ്മ മദ്രസയെ പോലെ, അങ്ങനെ പ്രത്യേക കാര്യം എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ അദാത്ത് തഷ്ബീഹും പറഞ്ഞിട്ടില്ല, വജ്ഹു ഷിബ്ഹും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ തഷ്ബീഹുൽ ബലീ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അൽ ആലിമു സിറാജുൽ ഉമ്മത്തിഹി ഫിൽ ഹിദായ. ഇവിടെ ഏത് തഷ്ബീഹാണ് ഉള്ളത്? മുഅക്കദ്, മുഫസ്സില്, മുർസല്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഞാൻ ആദ്യം പറഞ്ഞു അദാത്ത് ഉണ്ടാന്ന് നോക്കണം, പിന്നെ വജ്ഹു ഷിബ്ഹ് ഉണ്ടാന്ന് നോക്കണം, എന്നിട്ട് ആൻസറിലോട്ട് നേരെ പോകണം.
നമ്മളോട് നോക്കണം അദാത്തുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് കാണുന്നുണ്ട്? അദാത്ത് അവിടെ ഇല്ല എന്ന്. കായോ കന്നയോ മിസലയോ അങ്ങനെ ഒരു കാര്യം അവിടെ കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അദാത്ത് ഇല്ലാത്തത് മുഅക്കദാണ്. അപ്പൊ ഉടനെ മുഅക്കദ് അങ്ങ് ഞെക്കരുത്. കാരണം ഓപ്ഷൻ ഡി കിടക്കുന്നുണ്ടോ, എ ആൻഡ് ബി അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ആൻസർ എ ഇപ്പൊ മുഅക്കദ് കണ്ട ഉടനെ മുഅക്കദ് ആൻസർ ചെയ്തിട്ട് ഡിയിൽ നോക്കുമ്പോഴായിരിക്കും എയും ബിയും വരുന്ന ഓപ്ഷൻ കാണുക. അപ്പൊ നോക്ക്, ഫി ഉമ്മത്തി ഫിൽ ഹിദായത്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വജീദ് ഷിബ് പറഞ്ഞിട്ടുണ്ട്. വജീദ് ഷിബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്? മുഫസ്സലാണ്. അപ്പൊ ഓപ്ഷൻ നോക്ക്, മുഫസ്സലും ഓപ്ഷനിലുണ്ട്, മുഅക്കദുമാണ് മുഫസ്സലുമാണ്. അപ്പൊ ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ്? എയും ബിയുമാണ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിച്ചേ ചെയ്യാവൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഹുവ ജാലൽ മുഷബ്ബഹു മുഷബ്ബഹൻ ബിഹി ബിഇദ്ദിആഇ അന്ന വജ്ഹു ശിബ്ഹ ഫീഹി അഖ്വ വഅൽഹർ. നമ്മൾ സാധാരണ മുഷബ്ബഹിന് മുഷബ്ബഹ് ബിയോട് ഇങ്ങനെ തശ്ബീഹ് ചെയ്യും. എന്നാൽ തിരിച്ചിങ്ങനെ തശ്ബീഹ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ഹുവ മുഷബ്ബഹു എന്താണ്? മുഷബ്ബഹ് ബിഹിയും. സാധാരണ മുഷബ്ബഹ് തശ്ബീഹ് പറയുന്ന സമയത്ത് മുഷബ്ബഹ് ബിഹിയിലാണ് വജ്ഹു ശിബ്ഹ് കൂടുതൽ. അതാണ് നോർമൽ സിറ്റുവേഷൻ. എന്നാൽ മുഷബ്ബഹിലാണ് വജ്ഹു ശിബ്ഹ് കൂടുതലെന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് മുഷബ്ബഹിനെയും മുഷബ്ബഹ് ബിഹിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ക്ലാസ്സിൽ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരുന്നതിനെ, മാറ്റിയിടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഖൽബ്, മഖ്ലൂബ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ നമ്മുടെ ഹൃദയം, കൽബ്. അങ്ങനെ ഓർത്തുവെച്ചാൽ തശ്ബീഹുൽ മഖ്ലൂബ് മാറി. അടുത്ത നോക്ക്, ഹുവ തശ്ബീഹുൻ അല്ലദീ യകൂനു വജ്ഹു ശിബ്ഹു ഫീഹി സൂറ മുൻദസഅത മിൻ ഇദ്ദത്തി അഷ്യാ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ കീവേഡ് മാത്രം നോക്കിയാൽ മതി. ഒരു ചിത്രമാണ്, ഒരു വാക്കല്ല, പകരം ഒരു ചിത്രം തന്നെയാണ് തശ്ബീഹെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പെട്ടെന്ന് ആൻസർ വാ. وتشبيه الذي يكون وجه الشبه فيه صورة منتزعة من عدة أشياء. സാധാരണ തശ്ബീഹ് ചെയ്യുമ്പോൾ വാക്കുകളാണ് വരിക, സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ, കലിമത്തുകളാണ് വരിക. ഒന്നോ അധികം ഒക്കെ വാക്കുകളൊക്കെ ഉണ്ടാവും. എന്നാൽ വാക്കുകളല്ലാതെ ഒരു സൂറ, ഒരു ചിത്രം തന്നെ അങ്ങനെ തശ്ബീഹായി വരുവാണെങ്കിൽ ആ തശ്ബീഹിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തശ്ബീഹു തംസീലി. നമ്മൾ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് നോക്ക്, ഉലായിക്കല്ലദീന ഇഷ്തറു അല്ലലാല ബിൽഹുദ ഫമാ രബിഹത് തിജാറഹും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓപ്ഷൻ അല്ലെ നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്നത് തസ്രീഹിയാണോ മക്നിയാണോ, അസലിയാണോ തൊബയിയാണോ, അത് മുറഷഹയാണോ മുജറദയാണോ മുത്തലക്കയാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഒരു തരത്തിലും ആൻസർ കിട്ടത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്ര എക്സ്പേർട്ട് ആയിരിക്കണം, എങ്കിൽ കിട്ടും. അല്ലെങ്കിൽ അത്ര എക്സ്പേർട്ടിന് പോലെ ഇത്ര ആലോചിക്കേണ്ടി വരും കേട്ടോ, അത്ര സമയം എടുക്കും. അതുപോലെ നിങ്ങൾക്ക് അതിനെ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ആ ഉദാഹരണങ്ങൾ കണ്ട ഉടനെ ഇതാണ് അതിന്റെ ഉത്തരം ഒന്ന് കിട്ടുക. നമുക്കിപ്പോ തൽക്കാലം അതേ ചെയ്യാൻ പറ്റുള്ളൂ. സന്മാർഗം കൊടുത്ത് ദുർമാർഗം വാങ്ങുന്നവരുടെ കച്ചവടം ലാഭകരമായിരിക്കില്ല. അവിടെ ഇഷ്തറു, വാങ്ങുക എന്ന വാക്ക് മജാസ് ആയിട്ടാണ് ഉപയോഗിച്ചത്. വാങ്ങുക, നമുക്കൊരു സാധനം ഈ നമ്മൾ കടയിൽ പോയിട്ട് എന്താ തേങ്ങയും ചക്കയൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല സന്മാർഗവും ദുർമാർഗവും എന്ന്. അതവിടെ ഉദ്ദേശിച്ചത് സന്മാർഗം, അത് തെരഞ്ഞെടുക്കാനാണ്. സന്മാർഗം കൊടുത്ത് ദുർമാർഗം വാങ്ങുക എന്ന് വെച്ചാൽ എന്താണ്? നല്ലത് തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മോശം തെരഞ്ഞെടുക്കുക. തെരഞ്ഞെടുപ്പിനെയാണ് അവിടെ വാങ്ങുക എന്ന വാക്കുമായിട്ട് കൂട്ടിക്കലർത്തിയത്, മജാസായിട്ട് ഉപയോഗിച്ചത്. ഇവിടെ പറഞ്ഞത് ഇഷ്തിറാഅൽ ഇഖ്തിയാർ എന്നാണ്, തെരഞ്ഞെടുപ്പ് പോലെ. എന്നിട്ട് എന്ത്? മുഷബ്ബഹു ബിഹി ആയിട്ടുള്ള ഇഷ്തിറാഇന്റെ ബാക്കി കാര്യം, അതായത് കച്ചവടവുമായി ബന്ധപ്പെട്ട വരിയാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. ഫമാ റബിഹത് തിജാറത്ത്, അവിടെ കച്ചവടം ലാഭകരമായിരിക്കില്ല എന്നുള്ളത്. വാങ്ങലുമായി ബന്ധപ്പെട്ട വാങ്ങലും കൊടുക്കലൊക്കെ ഈ കച്ചവടത്തിലുള്ള കാര്യം. അപ്പം നമ്മൾ പറഞ്ഞ മജാസായിട്ട് ഉപയോഗിച്ച പദത്തിന്റെ ബാക്കിയായിട്ട് ആ സെന്റൻസിൽ പറയുന്നത് എന്താണ്? മുഷബ്ബഹ് ബിഹിയുടെ മുലായിമുകളാണ്. അങ്ങനെ മുഷബ്ബഹ് ബിഹിയുടെ മുലായിമ് ഒരു മജാസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മജാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? മജാസ് മുറഷഹ എന്ന് വിളിക്കാം. നിങ്ങൾ ഇത്രയും ആലോചിക്കാനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല, നിങ്ങൾക്ക് ഓർത്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വെറുതെ നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ ഇഷ്തറു എന്ന വാക്കാണല്ലോ, ഈ ഉദാഹരണം കണ്ട ഉടനെ ഇഷ്തറൂലാണ് മജാസ് എന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അതിൽ ഷീനുണ്ട്, താ ഉണ്ട്, കണ്ടോ? ആ ഷീന് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇഷ്തറു എന്ന ഭാഗം വരുന്ന മുറഷഹയാണ്, ഷ കണ്ടോ? ബാക്കി ഓപ്ഷനിൽ എന്താ? അസലിയ, തബയ്യ, മുറഷഹ, മുജറദ, മുത്തുലക്ക, പിന്നെ തംസീലി, അങ്ങനെയൊക്കെ ഉള്ള ഉദാഹരണങ്ങളെ വരത്തുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഇഷ്തറു എന്നുള്ളത് മുറഷഹയുമായി കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഉദാഹരണം കണ്ടാല്, ഇഷ്തറുവിന്റെ ഉദാഹരണം, മജാസിലെ ഉദാഹരണം കണ്ടാൽ ഉടനെ അത് ഇസ്തിആറ മുറഷഹയാണെന്ന് ഓർമ്മിച്ച് വെക്കുക. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വലൈരംഗ മൗജുൽ ബഹരി അർഹാസുദുലഹു അലയ്യ ബി അൻവാഇൽ ഹുമൂമി ലയബ്തൽ. ഈ കവിത
തഷ്ബീഹ് ഒയർ തംസീലിയാണ്. സാധാരണ എപ്പോഴും ചോദിക്കുക കവിത തന്നിട്ട് അത് എന്ത് തരം തഷ്ബീഹാണ്, അത് തഷ്ബീഹ് തംസീലിയാണോ ഒയർ തംസീലിയാണോ ലിംനിയാണോ മക്ലൂബാണോ എന്നൊക്കെയാണ് ചോദിക്കുക. അതവിടെ സെന്റൻസ് തന്നിട്ടുണ്ട്, ഇത് ഒയർ തംസീലിയാണ്. അങ്ങനെയെങ്കിൽ അതിലെ വജ്ഹ് ഷിബ്ഹ് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉദാഹരണം നോക്കി നമുക്ക് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ താഴത്തെ സെന്റൻസ് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഒരു തഷ്ബീഹ് ഒയർ തംസീലി ആവുന്ന സമയത്ത് അവിടുത്തെ വജ്ഹ് ഷിബ്ഹ് എങ്ങനെയായിരിക്കും എന്ന് നോക്കും. വലയില് കമൗജുൽ ബഹരി, രാത്രി എങ്ങനെയുണ്ട്, മൗജുൽ ബഹർ, തിരമാല, കടലിലെ തിരമാല പോലുണ്ട് എന്ന് പറയാം. അപ്പൊ എന്ത് കാര്യത്തിലാണ് അവിടുത്തെ വജ്ഹ് ഷിബ്ഹ് ചോദിച്ചാൽ എന്താണ്, രാത്രിയും കടലിലെ തിരമാലയും തമ്മിലുള്ള വജ്ഹ് ഷിബ്ഹ് എന്താ വെച്ചാൽ ഇരുട്ടായിരിക്കും അല്ലെ, ഇരുട്ട് അല്ലെ ഒരു പേടി, ഭയപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇരുട്ട്, ഭയപ്പെടുത്തൽ, നുജുമത്ത്, അതുപോലെ റൗഅത്ത് എന്നൊക്കെ പറയുന്ന അത്തരം ചില വാക്കുകളാണ് അവിടുത്തെ വജ്ഹ് ഷിബ്ഹ്. ഓക്കെ, അങ്ങനെ വാക്കുകൾ വരുന്ന സമയത്ത്, വജ്ഹ് ഷിബ്ഹ് വാക്കുകൾ വരുന്ന സമയത്താണ് നമ്മൾ അതിനെ ഒയർ തംസീലി എന്ന് വിളിക്കുക. വാക്കിന് പകരം ചിത്രം, ഒരു സൂറത്താണ് വരുന്നതെങ്കിലാണ് നമ്മൾ അതിനെ തഷ്ബീഹ് തംസീലി എന്ന് വിളിക്കുക. ഒയർ തംസീലി, തംസീലി. നമ്മൾ സാധാരണ തഷ്ബീഹിന് പഠിക്കുന്ന എല്ലാ ഉദാഹരണങ്ങളും തഷ്ബീഹ് ഒയർ തംസീലിയാണ്. തംസീലിക്ക് പഠിക്കുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ് തംസീലി. തംസീലിയുടെ ഉദാഹരണമൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ചിട്ട് പോണം കേട്ടോ. അടുത്തത് തഷ്ബീഹുൻ ലാ യൂളഹു ഫീഹി തൊറഫ് തഷ്ബീഹ് ഫീ സുവരി അത്തഷ്ബീഹിൽ മഅറൂഫ. നമ്മൾ സാധാരണ തഷ്ബീഹ് പറയുന്ന ഒരു രീതിയല്ലേ, മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, വജ്ഹ് ഷിബ്ഹ്, ഇങ്ങനെ ആ രീതിയിലല്ലാണ്ട് തൊറഫ് തഷ്ബീഹ്, തൊറഫ് തഷ്ബീഹ് ഏതൊക്കെയാണ്, മുഷബ്ബഹും മുഷബ്ബഹ് ബിഹി, ഈ തൊറഫ് തഷ്ബീഹിൽ ഏതെങ്കിലും ഒരെണ്ണം കാണില്ല, അതായത് അങ്ങനെയുള്ള തഷ്ബീഹിനെ വിളിക്കുന്ന പേരെന്താണ്? ഞാൻ ആ തഷ്ബീഹിന്റെ ഡെഫിനേഷൻ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശരിക്കും നമ്മൾ പഠിക്കുന്ന ഡെഫിനിഷൻ എന്താണ്, തഷ്ബീഹൻ ലാ യുളഹു ഫീഹി മുഷബ്ബഹു വൽ മുഷബ്ബഹു ബിഹി ഫീ സുവരിൻ മിൻ തഷ്ബീഹ് മഅറൂഫ ബൽ യുൽമഹാനി ഫീ തർക്കീബ്. അങ്ങനെയാണ് അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കുക. അതുപോലെ അതിന്റെ മറ്റൊരു ഡെഫിനിഷനാണ് തൊറഫൈ തഷ്ബീഹിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതിരിക്കുന്നതും ഈ തഷ്ബീഹാണെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നമുക്ക് അറിയാത്ത രീതിയിൽ, അത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അത് തഷ്ബീഹാണെന്ന്, പക്ഷെ അർത്ഥം നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുക ആശയത്തിന്. അത്തരം തഷ്ബീഹുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, തഷ്ബീഹ് ലിംനി എന്ന് വിളിക്കുക, തഷ്ബീഹ് ലിംനി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അൽ ഇസ്തിആറ നൗഅൻ മിൻ. ഇസ്തിആറ ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇസ്തിആറ ഏത് ഇനത്തിൽപ്പെട്ടതാണ്? കിനായയാണോ, ഉസ്ലൂബുൽ ഹക്കീമാണോ, തഷ്ബീഹാണോ, തൗരിയാണോ? ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എന്നാലും പക്ഷെ നമുക്ക് മാക്സിമം എന്താ ഒന്ന് ശ്രദ്ധിച്ചാൽ ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ. ഇസ്തിആറ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കിനായായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഉസ്ലൂബുൽ ഹക്കീമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, തഷ്ബീഹുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, തൗരിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇസ്തിആറ ഈ തന്നിരിക്കുന്ന ഒരു കാര്യത്തിന്റെ കീഴെ വരുന്ന, അതായത് ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഭാഗമല്ല. പിന്നെ അതിൽ ആൻസർ കൊടുത്തിട്ടുള്ളത് തഷ്ബീഹ് എന്നാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ ഇസ്തിആറ പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അല്ലാണ്ട് ഉപയോഗിക്കാം, മജാസായിട്ട് ഉപയോഗിക്കാം. അവിടെ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ആ യഥാർത്ഥ വാക്കും ഹക്കീക്കിയായിട്ടുള്ള അതിന്റെ ആശയവും മജാസി ആയിട്ടുള്ള ആശയം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയിട്ട് അത് തഷ്ബീഹ് ആണെങ്കിലാണ് നമ്മൾ എങ്കിൽ അതിനെ നമ്മൾ മജാസ് എന്ന് വിളിക്കൂല, പകരം ഇസ്തിആറ എന്ന് വിളിക്കും. ഓക്കെ, ബന്ധം അലാഖത്ത് തഷ്ബീഹ് ആണെങ്കിലാണ് നമ്മൾ അതിനെ ഇസ്തിആറ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇസ്തിആറയില് അതിന്റെ അലാഖത്ത് തഷ്ബീഹ് ആയിരിക്കും എന്നുള്ളത്. കിനായ ഇസ്തിആറയും ബന്ധമില്ല, ഇൽമുൽ ബയാന്റെ തന്നെ വേറൊരു ഭാഗമാണ്. എന്താണ്, ആദ്യം തഷ്ബീഹ്, പിന്നെ മജാസ്, പിന്നെ കിനായ, അങ്ങനെയാണ്. പിന്നെ ഉസ്ലൂബുൽ ഹക്കീം നമ്മുടെ ഇൽമുൽ ബദീയിൽ വരുന്ന കാര്യമാണ്. പിന്നെ തൗരിയ എന്നുള്ളതും ഇൽമുൽ ബദീയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റായിത്തു അസദൻ യുഅല്ലിമുന്നാസ ഫുനൂനുൽ ഹർബ്. റായിത്തു അസദ്, ഞാൻ സിംഹത്തിനെ കണ്ടു, അത് യുഅല്ലിമുന്നാസ ജനങ്ങളെ പഠിപ്പിക്കുന്നു ഫുനൂനുൽ ഹർബ് യുദ്ധതന്ത്രങ്ങൾ. ഇവിടെ കലിമത്തു അസദ് ഫി ഹാദൽ മിസാൽ, ഈ ഉദാഹരണത്തിൽ അസദ് എന്ന് പ്രയോഗിച്ചത് അത് തഷ്ബീഹാണോ, ഇസ്തിആറയാണോ, കിനായയാണോ, തൗരിയാണോ? ഒരു വാക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അല്ലാണ്ട് ഉപയോഗിച്ചു. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു എന്താണ് സിംഹം നിന്ന് യുദ്ധതന്ത്രം മനുഷ്യരെ പഠിപ്പിക്കുന്ന കാണാറില്ല. അപ്പൊ പിന്നെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ സിംഹം എന്ന് ഉദ്ദേശിച്ചത് മറ്റൊരു വ്യക്തിനെയാണ്. അങ്ങനെ ഒരു വ്യക്തിനെ അല്ലെ ഒരു വാക്കിനെ നമ്മൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അല്ലാണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ മജാസ് എന്നാ വിളിക്കാം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ മജാസ് അതിന്റെ ഓപ്ഷനിൽ ഇല്ല. പിന്നെ ഉള്ള ഓപ്ഷൻ എന്താണ്, ഇസ്തിആറയാണ്. കാരണം ഒരു വ്യക്തിനെ നമ്മൾ അസദ് എന്ന് വിളിച്ചപ്പോൾ ആ വ്യക്തിനെ അസദുമായിട്ട് തഷ്ബീഹ് ചെയ്തിട്ടാണ് നമ്മൾ ആ വാക്കിനെ അവിടെ എടുത്ത് ഉപയോഗിച്ചത്. അപ്പം നമ്മൾ മജാസ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടുത്തെ അലാഖത്ത് തഷ്ബീഹ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇസ്തിആറ എന്ന് വിളിക്കും. ഇനി ഇസ്തിആറ ഓപ്ഷനിൽ ഇല്ലായിരുന്നു വെച്ചോ,
തഷ്ബീഹ്, കിനായ, തൗരിയ, മജാസ് എന്നാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മജാസ് എഴുതുമായിരുന്നു. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ഇസ്തിയാറ എന്നുള്ളത്. അപ്പോൾ ഇസ്തിയാറ ഓപ്ഷനിലുള്ളതുകൊണ്ട് നമുക്ക് ഇസ്തിയാറ തിരഞ്ഞെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത് ഇലൻ നൂർ. അവിടെ ഇസ്തിയാറ ഏത് ഇസ്തിയാറയാണ്? ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു. കിതാബുൻ അൻസൽനാഹു ഇലൈക, നിങ്ങളുടെ മേൽ ഇറങ്ങപ്പെട്ട ഗ്രന്ഥം, ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത് ഇലൻ നൂർ, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഗ്രന്ഥമാണിത്. അങ്ങനെ പറയുന്ന സമയത്ത് അവിടെ ഒരു മജാസ് ഉണ്ട്. അത് എന്ത് തരം മജാസ് ആണ്, അല്ലെങ്കിൽ എന്ത് തരം ഇസ്തിയാറയാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ കുറച്ച് പഠിച്ചിട്ട് പോയാൽ ഭയങ്കര ഡൗട്ടായിരിക്കും. ഒന്നുകിൽ നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഈ പറയുന്ന ഈ ചെറിയ ചെറിയ ചെപ്പടി വിദ്യകളാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇവിടെ നമുക്കറിയാം ളുലുമാത്ത്, നൂറ് എന്നീ പദം, അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? വഴികേടിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നാണ്. അല്ല യഥാർത്ഥത്തിൽ ഇരുട്ടിൽ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുത്തിട്ട് വെട്ടത്തിലോട്ട് പോകാൻ പറയുന്നതല്ല. അപ്പൊ ആ രണ്ട് വാക്കുകൾ അവിടെ മജാസായിട്ടാണ്, യഥാർത്ഥ അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചത്. എന്നിട്ടോ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് പറയാം ലുലുമാത്ത്, അവിടെ ഇരുട്ട് എന്ന് പറഞ്ഞത് അത് ശരിക്കും ഉദ്ദേശിച്ചത് ലലാലത്താണ്. ലലാലത്ത് ലുലുമാത്ത് എന്നൊരു തശ്ബീഹ് നടത്തിയിട്ട് അപ്പൊ അങ്ങനെ ഒരു തശ്ബീഹ് നടക്കുമ്പോൾ ലലാലത്ത്, വഴികേട് എന്നുള്ളത് മുഷബ്ബഹാണ്. വഴികേടിന് നമ്മൾ എന്താ ഇരുട്ടിലേക്ക് തശ്ബീഹ് ചെയ്തു. അപ്പൊ മുഷബ്ബഹ് ബിഹിയാണ് ലുലുമാത്ത്. അങ്ങനെ തശ്ബീഹ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഷബ്ബഹ് ബിഹീനെ, അതായത് ലുലുമാത്തിനെയാണ് അവിടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്, ലലാലത്തിനെ അല്ല, ലുലുമാത്തിനെ, മുഷബ്ബഹ് ബിഹീനെ അവിടെ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? തസ്രീഹിയ. വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഷബ്ബഹ് ബിഹി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ തസ്രീഹിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഓപ്ഷൻ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. നേരത്തെ നമ്മൾ ഇഷ്തറു ലലാലത്ത് എന്ന് പറയാം, ആ ഉത്തരം വരുമ്പോ ഏതാ വരേണ്ടത്? ഇഷ്തറു വരുമ്പോ നമ്മൾ മുറഷഹ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാൻ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഈ പുസ്തകം, അതായത് ഈ ഖുറാനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഖുറാൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം വിശദീകരിച്ചിരുന്നു, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ദീനിയായിരിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്ന ഒരു ഗ്രന്ഥമല്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു ഗ്രന്ഥം. അപ്പൊ നിങ്ങൾ ആ ഈ ഉദാഹരണം, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ എന്ന ഉദാഹരണം ജനങ്ങൾക്ക് ഖുറാനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഈ ജനങ്ങൾക്ക് ഖുറാൻ വിശദീകരിച്ചു കൊടുക്കുകയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം വിശദീകരിക്കുക, തസ്രീഹിയ എന്ന് വിശദീകരിച്ച് പറയാന്നൊക്കെ ഒരു അർത്ഥത്തിലാണ്, ഉറപ്പിച്ചു പറയാന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പം എന്ത് ചെയ്യാ, ഈ തസ്രീഹിയ എന്ന ഓപ്ഷനാണ് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. നേരത്തെ നമ്മൾ ഉലായിക്കല്ലദീന ഇഷ്തറു ലലാലത്ത് പറയുമ്പോൾ ഇഷ്തറു വരുന്ന ആ ഉദാഹരണം മുറഷഹയുടെ ഉദാഹരണമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ഈ ഉദാഹരണം കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ എന്ന് പറഞ്ഞ ഉദാഹരണം ഖുറാനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഖുറാൻ ജനങ്ങളെ വിശദീകരിച്ചു കൊടുക്കുന്ന, അല്ലെ ഖുറാൻ ജനങ്ങളെ നന്നാക്കി എടുക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പൊ ഈ നന്നാക്കി എടുക്കൽ, വിശദീകരിക്കുക എന്ന ഒരു ഇത് വെച്ചിട്ട് ഖുറാന്റെ ഈ ഉദാഹരണം കണ്ടാല്, ഈ വലിയ ഒരു ഉദാഹരണം കണ്ടാൽ അത് ഇസ്തിയാറ തസ്രീഹിയയുടെ ഉദാഹരണമാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇങ്ങനെയൊക്കെ പൊടിക്കൈയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് മാതാ തുസമ്മ തർക്കീബൽ മുസ്തഅമല ഫി ഗൈറി മാ ഉളിഹ ലഹു ലിഅലാഖാത്തുൻ മുശാബഹത്തുൻ മഖരീനത്തുൻ മാനിഅത്തുൻ മിൻ ഇറാദത്തുൽ മഅന അൽ അസ്ലി. ഒട്ടും പഠിക്കാത്ത ഒരാളിനെ സംബന്ധിച്ച്, അതായത് അവിടെ ഇവിടെ മാത്രം എന്തൊക്കെയോ കേട്ട് പോയ ആളിനെ സംബന്ധിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം ഒരിക്കലും കിട്ടില്ല. ഞാൻ ഉറപ്പിച്ച് പറയാൻ ഒരിക്കലും കിട്ടത്തില്ല. പക്ഷെ നമ്മളെ ക്ലാസ്സിൽ ഇരുന്ന ആളിന് ഇത് കിട്ടും. എങ്ങനെയാന്ന് പറഞ്ഞില്ലേ, ഞാൻ അന്ന് പറഞ്ഞു തന്നിരുന്നു, ചില കീ വേർഡ്സ് നോക്കി വെച്ചിട്ട് മജാസിന്റെ മാത്രം ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഈ കീ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുമ്പോൾ എല്ലാത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു കഴിയും. മജാസിന്റെ ഡെഫിനിഷൻ ആണ് ഈ ഡെഫിനിഷൻ. എന്നാൽ ഈ ഡെഫിനിഷനിൽ ചെറിയ ചെറിയ മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മജാസിൻ്റെത് പോലെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കണ്ടിട്ട് അതിനകത്ത് തർക്കീബ് എന്ന് കാണുവാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഇസ്തിയാറ തംസീലിയുടെ ഉദാഹരണമാണ്. തർക്കീബ് എന്നൊരു നമ്മുടെ മജാസിന്റെ ഒരു ഡെഫിനിഷൻ പോലെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ആ കണ്ട സമയത്ത് അതിനകത്ത് തർക്കീബ് എന്നൊരു വാക്കുണ്ട്, ഒരു ശൈലി അല്ലെങ്കിൽ ഒരു സെന്റൻസ് മൊത്തത്തിൽ യഥാർത്ഥ അർത്ഥത്തിൽ അല്ലാണ്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ബാക്കി എന്തോ ആയിക്കോട്ടെ, ആ സെന്റൻസിന്റെ ബാക്കി എന്തോ ആയിക്കോട്ടെ, ആ തർക്കീബ് എന്ന വാക്ക് കണ്ടാൽ ഉടനെ നിങ്ങൾ അത് ഇസ്തിയാറ തംസീലിയുടെ ഉദാഹരണമാണെന്ന് മനസ്സിലാക്കി വെക്കുക. മറന്നു വരുന്നേ, തർക്കീബ് എന്ന് കണ്ടാൽ ഉടനെ ഇസ്തിയാറ തംസീലിയ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ
നമ്മൾ സാധാരണ മജാസിന്റെ ഉദാഹരണം പറയുന്ന സമയത്ത് കലിമത്ത്, പിന്നെ അതിനകത്ത് കരീനത്ത് എന്നൊക്കെ അലാക്കത്ത് എന്നൊക്കെ ചില വാക്കുകൾ കാണും. എന്നാൽ ഈ അലാക്കാത്ത് കണ്ടോ, അവിടെ ഈ തംസീലയുടെ ഉദാഹരണം വെച്ച് തന്നെ നോക്ക്. അവിടെ തർക്കീബിന് പകരം എന്താണ് നമ്മൾ ഒരു കലിമത്ത് എന്ന അല്ലെങ്കിൽ കലിമത്ത് എന്നാണ് സാധാരണ ഉപയോഗിച്ച് കാണാറ്. എന്താണ് കലിമത്തുൻ മുസ്തഅമലുൻ ഫി ഗൈറി മാ ഉലിഹ ലഹു ലി അലാഖാത്തുൻ മുശാബഹത്തുൻ മാ കരീനത്തുൻ മാനിയത്തുൻ മിൻ ഇറാദത്തുൽ മഅനൽ അസ്ലി എന്ന് കാണുവാണെങ്കിൽ അത് ഇസ്തിആറയുടെ ഉദാഹരണമാണ്. കലിമത്ത് എന്ന വാക്കും അതുപോലെ മുശാബഹത്തും എന്ന് കാണുവാണെങ്കിൽ അത് ഇസ്തിആറയുടെ ഉദാഹരണമാണ്. ഇനി ഈ സെയിം സംഭവം തന്നെ കലിമത്ത് എന്ന് കണ്ടു, എന്നിട്ട് കലിമത്ത് കഴിഞ്ഞിട്ട് അതായത് കലിമത്തുൻ മുസ്തഅമലുൻ ഫി ഗൈറി മാ ഉലിഹ ലഹു ലി അലാഖാത്തുൻ ഗൈറു മുശാബഹത്തുൻ എന്ന് കാണുവാണെങ്കിൽ അത് എന്തിന്റെ ബാക്കി സെന്റൻസ് അതുപോലെ തന്നെ അത് എന്തിന്റെ ഉദാഹരണമാണ്? നമ്മുടെ മജാസുൽ മുർസലിന്റെ ഉദാഹരണമാണ്. കലിമത്ത് പ്ലസ് മുഷാബഹത്താണ് കാണുന്നതെങ്കിൽ ഇസ്തിആറയുടെ ഉദാഹരണമാണ്. കലിമത്ത് പ്ലസ് ഗൈറു മുഷാബഹത്താണ് കാണുന്നതെങ്കിൽ അത് മുർസലിന്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞു. ഇനി പിന്നെ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. തർക്കീബ് എന്ന് കണ്ട ഉടനെ തംസീലിയാണ്. തർക്കീബ് തംസീലി ഒരുപോലെയല്ലേ? തർക്കീബ് എന്ന് കണ്ടാൽ ഉടനെ അത് തംസീലിയുടെ ഉദാഹരണമാണെന്നും ഇസ്നാദുൽ ഫിഅൽ എന്ന് കണ്ടാൽ അത് മജാസുൽ അഖ്ലിയുടെ ഉദാഹരണമാണെന്നും ഞാൻ പറഞ്ഞു തന്നു. ബാക്കി എല്ലാം മജാസിന്റെ ഒരേ ഡെഫിനിഷൻ തന്നെ. മജാസിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കുക. എന്നിട്ട് മജാസിന്റെ ഡെഫിനിഷനിലെ മുഷാബഹത്ത് എന്ന് കാണുവാണെങ്കിൽ ഇസ്തിആറ എന്ന് എഴുതുക. മജാസിന്റെ ഡെഫിനിഷനിൽ ഗൈറു മുഷാബഹ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുർസൽ എന്ന് എഴുതുക. മജാസിന്റെ ഡെഫിനിഷനിൽ തർക്കീബ് എന്ന വാക്കുണ്ടെങ്കിൽ അത് ഇസ്തിആറ തംസീലിയ, തർക്കീബ് തംസീല്, തർക്കീബി കാണുവാണെങ്കിൽ തംസീലി ആണെന്ന് എഴുതുക. അതൊന്നും അല്ല ഇസ്നാദുൽ ഫിഅല് എന്നാണ് കാണുന്നത്. സാധാരണ നമ്മൾ എന്താ വാക്കുകളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? വാക്കല്ലാണ്ട് ഒരു ഫിയലിനെ മറ്റൊരു ഭാഗത്തോട്ട് കൂട്ടിച്ചേർത്ത് വെക്കുന്ന ഇസ്നാദ് ചെയ്യുന്നതിൽ ഒരു മജാസ് ഉണ്ടെങ്കിൽ അത്ര മജാസുകളെ നമ്മൾ മജാസുൽ അഖ്ലി എന്നാണ് വിളിക്കാന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് ഡാഷ് തംനഉ മിൻ ഇറാദത്തുൽ മഅന ലസ്ലി ലി കലിമത്തിൻ ഔ തർക്കീബിൽ മജാസ്. നമ്മൾ മജാസ് പറയുന്ന സമയത്ത് അതിന്റെ യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കാതിരിക്കാൻ വേണ്ടി, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ഒരു യുദ്ധതന്ത്രം പഠിപ്പിക്കുന്ന ഒരു സിംഹത്തിനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനൊരു സിംഹത്തെ കണ്ടു എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വിചാരിക്കും? കാട്ടിലെ ജീവിയെ ഒരു സിംഹത്തെ അയാൾ കണ്ടു എന്നാണ്. ഞാൻ യുദ്ധതന്ത്രം പഠിപ്പിക്കുന്ന ഒരു സിംഹത്തെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി യുദ്ധതന്ത്രം പഠിപ്പിക്കുന്ന സിംഹം അത് ഒരു പോസിബിളായ കാര്യമല്ലല്ലോ, ശരിയായ കാര്യമല്ല. യുദ്ധതന്ത്രം ഒരു സിംഹം പഠിപ്പിക്കത്തില്ലല്ലോ മനുഷ്യനെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് യഥാർത്ഥ സിംഹത്തിനെ അല്ല പറഞ്ഞത്, ഒരു മനുഷ്യനെ പറഞ്ഞതാണ് എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാക്ക് മജാസായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കാതിരിക്കാൻ വേണ്ടി ഒരു വാക്കോ ഒരു പദങ്ങളോ അതിനകത്ത് ഉണ്ടാവും. അത്തരം പദങ്ങളെ, അതായത് യഥാർത്ഥ ആശയം, യഥാർത്ഥ വാക്കിന്റെ ഉദ്ദേശം നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ തടയുന്ന ഒരു വാക്കുണ്ടാവും അല്ലെങ്കിൽ വാക്കുകൾ ഉണ്ടാവും. അത്തരം വാക്കുകളെ വിളിക്കുന്ന പേരെന്താണ്? അത്തരം വാക്കുകൾ വിളിക്കുന്ന പേരാണ് കരീനത്ത്. തടയുന്ന, യഥാർത്ഥ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കാൻ അതിനെ തടയുന്ന വാക്കുകളെയാണ് നമ്മൾ കരീനത്ത് എന്ന് വിളിക്കുന്നത്. നമ്മൾ മറ്റേ ഉദാഹരണത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുന്ന, യുദ്ധതന്ത്രം പഠിപ്പിക്കുന്ന എന്ന് പറഞ്ഞപ്പോഴാണ് ആ കരീനത്തുള്ളത് കൊണ്ടാണ് ഞാൻ സിംഹത്തെ കണ്ടു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിൽ സിംഹം എന്ന യഥാർത്ഥ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ കാട്ടിലെ ജീവി, ഒരു ജീവി എന്ന അർത്ഥത്തിൽ നമ്മൾ ആ ആശയത്തെ എടുക്കാത്തത്. അത്തരം വാക്കുകളെ നമ്മൾ കരീനത്ത് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത് നോക്ക്. ബന അൽ മലിക്കു ഷാജഹാൻ താജ്മഹൽ. ഹാദിഹി ജുംല ഈ ജുംല എന്തിന്റെ ഉദാഹരണമാണ്? ഷാജഹാൻ താജ്മഹൽ പണിതു എന്നുള്ളത് എന്തിന്റെ ഉദാഹരണമാണ്? നമ്മൾ ഒത്തിരി ക്ലാസ് ഡിസ്കസ് ചെയ്തതാണിത്. ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ പണിതു എന്നാണ് നമ്മൾ സെന്റൻസിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഈ ഷാജഹാൻ ചക്രവർത്തി, നിങ്ങൾ ആലോചിക്കുക, വലിയ ചക്രവർത്തിയായ ആള്, നല്ല ഭംഗിയുള്ള ഡ്രസ്സും പിന്നെന്താണ് ഇതൊക്കെ ഉണ്ടല്ലോ, കുറെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരാള് രാവിലെ ഇങ്ങനെ എന്താണ് ഈ കൊട്ടയൊക്കെ ചുമന്ന് സിമന്റ് ഒക്കെ കൊണ്ട് ഇങ്ങനെ പോകുന്നെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഷാജഹാൻ താജ്മഹൽ പണിതു എന്ന് പറഞ്ഞാൽ ചക്രവർത്തി അങ്ങനെ പണിയത്തില്ല, അതായത് ഒരു എന്താണ് ജോലിക്കാരെ പോലെ ചെയ്യത്തില്ല. പകരം എന്താ ചെയ്യുന്നത്? ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, എന്താണ് റോഡ് പണിത് ഇയാളാണ്, കെട്ടിടം പണിത് ഇയാളാണെന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ജോലിക്കാരാണ് അത് ചെയ്യുന്നത്, അയാൾ അതിന് കാരണക്കാരാവുകയാണ് ചെയ്തത്. അങ്ങനെ ഉള്ള
തഷ്ബീഹുകളെ മജാസുകളെയാണ് നമ്മൾ മജാസുൽ മുർസൽ എന്ന് വിളിക്കുക. മജാസുൽ മുർസൽ അവിടുത്തെ അലാഖാത്ത് ഒയറു മുഷാബഹത്താണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒയറു മുഷാബഹത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി അലാഖാത്തുകളുണ്ട്. സബബിയ, മുസബബിയ, എന്താണ് മഹല്ലിയ, ഹാലിയ, അതുപോലെ ഒത്തിരി ജുസിയ, കുല്ലിയ, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അത് മജാസുൽ മുർസൽ. അടുത്ത് നോക്ക്, യദല്ലാഹു ഫൗക ഐദിഹിം, ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ അലാഖത്തുൽ മജാസ് യദ് ഐദ്, അതുപോലെ 2 കൈകൾ എന്ന് പറയുന്ന ഭാഗത്തിൽ അവിടുത്തെ അലാഖത്ത് ഏത് തരം അലാഖത്താണ്? കുല്ലിയാണോ, മുസബബിയാണോ, സബബിയാണോ, മഹല്ലിയാണോ? യദല്ലാഹു ഫൗക ഐദിയഹും, അള്ളാഹുവിന്റെ കൈകൾ നിങ്ങളുടെ കൈകൾക്ക് മുകളിലാണ് എന്ന് പറഞ്ഞത്. നമുക്ക് സാധാരണ ഇത് അല്ലാണ്ട് പറഞ്ഞാൽ മതിയായിരുന്നു, അള്ളാഹുവിന്റെ സഹായം നിങ്ങളുടെ സഹായങ്ങൾക്ക് മുകളിലാണ്, അത് അത്രയും നമുക്ക് സഹായം കിട്ടും എന്നങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ പറയുമ്പോൾ ഒരു രസമില്ല. അതുകൊണ്ടാണ് എന്താ ഇങ്ങനെ ഒരു മജാസൊക്കെ ചെയ്ത് പറയാം. അപ്പൊ അവിടെ മജാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, അവിടെ കൈ എന്ന് ഉപയോഗിച്ച് നമ്മൾ സാധാരണ മനുഷ്യര് കൈ വെച്ചിട്ടാണ് സഹായം ചെയ്യുക. അതായത് എന്താണ് ഒരു കാര്യം ഇങ്ങനെ ചെയ്തു കൊടുക്കുമല്ലോ, അങ്ങനെ. അപ്പൊ ആ കൈ എന്നുള്ള ഒരു കാരണമാണ്, സബബാണ്. ഓക്കെ, ആരുടെ മൈക്ക് ഓൺ ആണോ? ഓഫ് ആക്കണേ. സബബാണ്, കൈ എന്നുള്ളത് സബബാണ്. അപ്പൊ അങ്ങനെ സബബ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ അലാഖത്ത് സബബിയ എന്ന് വിളിക്കാം. മജാസുൽ മുർസലിന്റെ തന്നെ ഒരു ഭാഗമാണത്. അടുത്ത ക്വസ്റ്റ്യൻ, ലഫ്ദുൻ അത്ലിക ഉരീദു ബിഹി ലാസിമ മഅനാഹ മഅ ജവാസു ഇറാദത്തു ദാലികൽ മഅന. എന്താണ്? ഇങ്ങോട്ടല്ലായിരുന്നോ? ഓക്കെ, നമ്മൾ സാധാരണ ഒരു വാക്ക് പറയുന്ന സമയത്ത് അത് യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിച്ചാലും കുഴപ്പമില്ല, ഇനി മജാസി ആയിട്ടുള്ള അർത്ഥം എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ രണ്ടും കുഴപ്പമില്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സാധാരണ രീതി നമ്മൾ മജാസ് പറയുമ്പോൾ എന്താണ്, അതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ ആലോചിക്കാൻ പാടില്ല, മജാസി ആയിട്ടുള്ള അർത്ഥം തന്നെ ആലോചിക്കണം. എന്നാൽ യഥാർത്ഥ അർത്ഥം ആലോചിച്ചാലും ഓക്കെയാണ്, മജാസി ആയിട്ടുള്ള അർത്ഥം എടുത്താലും കൂടുതൽ ഭംഗിയാവും. അങ്ങനെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കിനായ. അങ്ങനെ സാധനത്തിന് വിളിക്കുന്ന പേരെന്താണ്? കിനായ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലെ തഷ്ബീഹ്, പിന്നെ മജാസ് പറഞ്ഞു, പിന്നെ അവസാനത്തെ കിനായയും പറഞ്ഞു. ഇൽമുൽ മആനിനെ കുറച്ച് നോക്കാം. ഇൽമുൽ മആനി കേട്ടിട്ട് വളരെ കുറച്ച് ചോദിക്കുന്നുള്ളൂ. ചോദിക്കുന്നെങ്കിൽ തന്നെ കാറ്റഗറി 3ക്കാണ് ചോദിക്കുക, 4 ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും പെട്ടെന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 9:40 10 മണിക്കൊന്ന് നിർത്തണം. ഓക്കെ, 1, ലൈസ മിൻ മബാഹിസ് ഇൽമുൽ മആനി, ഇൽമുൽ മആനിൽ പെടാത്ത ഒരു കാര്യം എന്താണ്? ഇൽമുൽ മആനിൽ പെടാത്തത് ഖബർ, ഇൻഷാ, കസർ, വസ്ല്, ഫസല്, ഹുസ്ന താരീ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ തെറ്റിക്കരുത് കേട്ടോ. ശ്രദ്ധിച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ. നല്ലപോലെ ഒന്ന് ആലോചിക്കണം. ഇൽമുൽ മആനിയാണ് ചോദിച്ചെങ്കിലും ബയാനിൽ ഇതൊക്കെയാണ്, മആനിൽ ഇതൊക്കെയാണ്, ബദിയിൽ ഇതൊക്കെയാണെന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഹുസ്ന താലീലാണ്. ഹുസ്ന താലീൽ ഇൽമുൽ ബദിയിൽ വരുന്നതാണ്, ബാക്കിയെല്ലാം ഇൽമുൽ മആനി തന്നെ ഉള്ളതാണ്. അടുത്തത്, ഹുവ മാ യസിഹു അൻ യുഖാല ലിഖായിലിഹി ഇന്നഹു സാദിഖുൻ ഫീഹി ഔ കാദിബുൻ. മാ യസിഹു, അതുപോലെ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, കള്ളമാണ്, സത്യമാണ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമാണിത്. അങ്ങനെ മാ യസിഹു, അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ ഖബർ എന്നാണ് വിളിക്കുക. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഹുവ മാ ലാ യസിഹു അൻ യുഖാല ലിഖായിലിഹി ഇന്നഹു സാദിഖുൻ ഫീഹി ഔ കാദിബുൻ എന്നാണ് കാണുന്നതെങ്കിൽ മാ യസിഹു എന്നാണെങ്കിൽ ഖബറാണ്, മാ ലാ യസിഹു എന്ന് കാണുവാണെങ്കിൽ ഇൻഷാ ആണ്. മാറിപ്പോകരുത്. അതായത് ഖബറും ഇൻഷാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മാ യസിഹു ആകുമ്പോൾ ഖബറാണ്, ലാ യസിഹു ആകുമ്പോഴത്തേക്കും ഇൻഷാ ആണ്. ഇൻഷാ എന്നല്ല ലൻഷാ എന്നോ ലിൻഷാ എന്നൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതി, അപ്പം മാറിപ്പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മാറിപ്പോകും കേട്ടോ. മാ യസിഹു ഇൻഷാ ആണോ ഖബറാണോ ഒന്നും അപ്പോഴും സംശയം വരരുത്. ലിൻഷാ എന്നോ ലൻഷാ എന്നൊക്കെ പഠിച്ചു വെച്ചാൽ, അപ്പൊ ലായും ഇൻഷാ, ലാ വരുമ്പോ ഇൻഷാ ആണ്, അല്ലാണ്ട് ലാ ഇല്ലാണ്ട് മാ യസിഹു വരുമ്പോ ഖബറാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് മുഹാത്തബ്. മുഹാത്തബിന്റെ ഹാലുകൾ, 3 ഹാലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഹാത്തബ് ഒരു കാര്യം നമ്മൾ കേൾക്കുന്ന സമയത്ത് 3 അവസ്ഥയിലായിരിക്കും. ഏതൊക്കെയാണ് 3 അവസ്ഥകൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ 3 അവസ്ഥ അറിയാമെങ്കിൽ അതിലല്ലാത്ത അവസ്ഥയാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ലൈസയാണ് ക്വസ്റ്റ്യൻ. ലൈസ മിൻ ഹാലാത്തു അൽ മുഹാത്തിബ്. മുഹാത്തബിന് 3 ഹാലുകളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലൈസയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, അതുകൊണ്ട് തന്നെ ഈ മുത്തഖിരൻ ലിൽ ഹുക്ം എന്നുള്ളതാണ്. അപ്പൊ മുത്തറദ്ദിദ്, ഹാലിദഹിന്, മുൻകർ. ഹാലിദഹിനായിരിക്കും, അതല്ലെങ്കിൽ മുത്തറദ്ദിദ് ആയിരിക്കും, അല്ലെങ്കിൽ മുൻകർ നിഷേധിക്കുന്നവനായിരിക്കും.
ഓക്കെ, അടുത്തത് ലൈസ മിൻ അൻവാ ഉൽ ഇൻഷാ ത്വലബി. ഇൻഷാ ത്വലബിയിൽ പെടാത്തത് ഏതെന്നാണ്. അപ്പൊ ഇൻഷാ ത്വലബിയിലും വേറെ ത്വലബിയിലും ഉള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കണേ. ത്വലബിയിലുള്ള ഏതൊക്കെയാണ്, ഇൻഷായിലുള്ള ഒരു ത്വലബിയിലുള്ള ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം. അതിന്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ ആഴത്തിലൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ഇത് തന്നെ ചോദിക്കുന്നത് വളരെ റെയർ ആയിട്ടാണ് ആനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തന്നെ. കസമാണ്. കസം വരുന്നത് നമ്മുടെ ഒയറു തൊലബിയിലാണ്. തൊലബിയിൽ വരുന്ന ഏതൊക്കെയാണ്? അമ്ര്, അതുപോലെ നഹി, ഇസ്തിഫാമ്, തമന്ന, നിദാ, ഇതൊക്കെയാണ് തൊലബിയിൽ. അത് തേടലുള്ളത്. തേടൽ, ഒരു കാര്യം തേടുക. അമ്ര് കൽപ്പിക്കുക, ഇസ്തിഫാം ക്വസ്റ്റ്യൻ ചോദിക്കുക, നിദാ പിന്നെ അത് നഹി, തമന്ന ഒക്കെ വരുന്നത്. വേറെ തൊലബിയിൽ താജിബ്, മദ്ഹ്, ദമ്മ്, കസമൊക്കെയാണ് വരിക. ഓക്കെ, അൽ വസിൽ വൽ ഫസിൽ മിൻ മബാഹിസ്. വസിലും ഫസിലും വരുന്നത് ഏതിനത്തിലാണ്? അപ്പൊ ഇതിന്റെയൊക്കെ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഈ ബയാന്റെ നമ്മളൊരു സാധനം ഇട്ടില്ലേ, അതുപോലെ നിങ്ങൾ മാനിയുടെ ഉണ്ടാക്കിയിട്ട് സ്വയം ഉണ്ടാക്കുക. ഇന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കുക. മാനിൽ ഏതൊക്കെയാണ് വരുന്നത്, പേര് മാത്രം, കൂടുതലൊന്നും പഠിക്കുക, പേര് മാത്രം. മാനിയിൽ ബദിയെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഫസിലും വരുന്നത് ഇൽമുൽ മാനിയിലാണ്. ഖസർ മിൻ നക്കാശു, അതും ചോദിച്ചിട്ട് അങ്ങനെയാണ്. ഖസർ വരുന്നത് ഏതിലാണ് എന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൽമുൽ മാനിയിലാണ്. ഇന്നമർ റാസിഖ് അല്ലാഹുൽ ഹക്കസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വളരെ റെയർ ആയിട്ടേ ചോദിക്കത്തുള്ളൂ. നിങ്ങൾ അതിലൊന്നും സമയം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവം ഉണ്ടല്ലോ, ബദിയെ നന്നായിട്ട് പഠിക്കാം, തഷ്ബീഹ് നന്നായിട്ട് പഠിക്കാം. അത് രണ്ടും പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ബയാന്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കാം. മാനിയില് പേരുകൾ മാത്രം ഒരു ഓർഡറിൽ, അതായത് ഏത് ചോദിച്ചാൽ എവിടേക്കാണെന്ന് ഒരു ഐഡിയ കിട്ടണം. അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതൊക്കെ ഈജാസ് ബിൽ ഇൽമുൽ ബലാ. ഇൽമുൽ ബലായിൽ ഈജാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് എപ്പോഴും ഈജാസും ഇത്തനാവും മുസാവാത്തും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻ ആണ് മിക്കവാറും ചോദിക്കുക. അല്ലാണ്ട് ചോദിച്ചാൽ അങ്ങനെ കാണാറില്ല, വല്ലപ്പോഴും ഒക്കെ ചോദിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഡെഫിനിഷൻ കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചേക്കാം. ഈജാസ് എന്താണ്, ഇത്തനാവ് എന്താണ്, മുസാവാത്ത് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഇജാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒത്തിരി എന്തുണ്ടാവും, സോറി, ജമഉൽ മാനി അൽ മുതഖാസിറ തഹത ലഫ്സുൽ കലി. ഒത്തിരി വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒത്തിരി ആശയം പറയാം. അതിന് നമ്മൾ ഈജാസ് എന്ന് പറയാം. ചെറിയ സെന്റൻസ് ആയിരിക്കും, പക്ഷെ അതിന് ഒത്തിരി ആശയങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതിനെ നമ്മൾ ഈജാസ് എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. ജംഉൽ മആനി അൽ മുതഖാസിറ തഹത ലഫ്സുൽ ഖലീൽ. കുറച്ച് പദങ്ങൾ ഒത്തിരി ആശയം വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഈജാസ് എന്ന് വിളിക്കും. സിയാദത്തുൽ ലഫ്സ് അല മഅനൽ ഫായിദ. ചെറിയ ആശയവും ഒത്തിരി പദങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ കാട് കയറി പറയത്തത്, അങ്ങനെ പറയത്തില്ല, കാട് കയറുക, അങ്ങനെ പറയുന്നതിനെ നമ്മൾ ഇത്തിനാബു എന്ന് വിളിക്കുക. ഇനി അതും അല്ലാണ്ട് എന്താണ് ശരിക്കുള്ള ആശയം, അതിനനുസരിച്ച് പദങ്ങൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ മുസാവാത്ത് എന്നും വിളിക്കും. ഇക്തിബാസ് നമ്മൾ എന്താ, ഇക്തിബാസ് ഏതിലാ വരുന്ന? ഇൽമുൽ ബദീലാണ്. അത് ഇടയ്ക്ക് കേട്ടിയെന്നേ ഉള്ളൂ. തൽമീൻ നസ്ർ ഔ ഷെയർ ഷെയം അൽ ഖുർആൻ. ഒരു കാര്യം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന സമയത്ത് നമ്മൾ എന്താ ഖുർആനിലെയോ ഹദീസിലെയോ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് അതിന്റെ നമ്മൾ എഴുതുന്ന കഥയുടെ കൂടെ അങ്ങ് എഴുതാം. നമ്മൾ സാധാരണ ഇതൊക്കെ പറയുമ്പോൾ എന്ത് പറയും, ഖുർആനിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ ഹദീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതാം. ഇത് അങ്ങനെയൊന്നും പറയാണ്ട് നമ്മുടെ സ്വന്തം സെന്റൻസ് പോലെ നമ്മുടെ കവിതയുടെയോ കഥയുടെയോ ആർട്ടിക്കിളിന്റെയോ ഒക്കെ ഇടയിൽ ഖുർആന്റെയോ ഹദീസിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്ത് ചേർത്ത് വെക്കുന്നതിനാണ് നമ്മൾ ഇക്തിബാസ് എന്ന് വിളിക്കുക. ഞാൻ വീണ്ടും പറയാണ്, ഈജാസ് ഇത്നാബ് മുസാവാത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അലാലഹുൽ ഖൽഖ് വൽ അംർ, അത് എന്തിന്റെ ഉദാഹരണമാണ്? അലാലഹുൽ ഖൽഖ് വൽ അംർ. ഈജാസിന്റെ ഉദാഹരണം, ഈ ഈജാസിന്റെ ഇത്നാബിന്റെയും നമ്മുടെ ബലാവാലിയ ടെക്സ്റ്റിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞിട്ട്. ഇത് ഈ ക്വസ്റ്റ്യൻ ആണ് സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. കാറ്റഗറി 3 ഫെബ്രുവരി ചോദിച്ചിട്ടുണ്ട്, കാറ്റഗറി 3 മെയ് ചോദിച്ചിട്ടുണ്ട്, 4ലും ചോദിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. റബ്ബി യുഫല്ലി ഒലിവാലതയ്യ വലിമൻ ദഖല ബൈത്തിയ മുഅ്മിനം വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസുദ്ദുൽ ളാലിമീന ഇല്ലാ തബറ. ഈ ദുആ അതിനകത്ത് ഒത്തിരി ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പം എന്താണ്, നമുക്കിങ്ങനെ പറഞ്ഞാൽ മുഅ്മിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി, അതിനെ മുഅ്മിനും മുഅ്മിനീനയും മുഅ്മിനാത്തും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. പക്ഷെ ഒത്തിരി കാര്യം എന്ത് ചെയ്ത് ഇങ്ങനെ വിശദീകരിച്ചത് വലുതാക്കി പറഞ്ഞു. അങ്ങനെ വലുതാക്കി പറയാൻ എന്ന ആശയം നോർമൽ ആയിട്ടുള്ള ആശയമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പറയുന്നത് നമ്മൾ ഇത്തിനാബ് വലിച്ചു നീട്ടി പറയാ, അല്ലെങ്കിൽ കാട് കയറി പറയാ, അതെന്നൊക്കെ പറയാം. ഇൽമാം ബദിയും കൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇബ്നു മുഅ്തസ് ഹുവ വാലിഉ ഡാഷ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇബ്നു മുഅ്തസിന്റെ പേര് കാണുമ്പം എന്തിന്റെ വാലിയാന്നാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, മാറിപ്പോവരുതേ. അബ്ദുൽ ഖാദർ ജോർജാനി, ഇബ്നു മുഅ്തസ് മാറിപ്പോവരുത്. ബദിയ തന്നെ ചോദിക്കും, കാരണം അവർക്ക് അറിയാം എന്റെ ഓപ്ഷനിൽ നമ്മുടെ മറ്റേ ആളും ഉറപ്പായിട്ടും ഉണ്ടാവും. ഇബ്നു മുഅ്തസ് വാലിഉ ഇൽമുൽ ബദി ആണ്.
ഓക്കെ, അടുത്തത് യഹ്തറമിൽ ആത്തിയ മാ ലൈസ മിൻ മുഹസ്സനാത്തുൽ ലഫ്ലിയ. മുഹസ്സനാത്തുൽ ലഫ്ലിയയിൽ പെടാത്തത് ഏത്? നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കും, മുഹസ്സനാത്തുൽ ലഫ്ലിയ കാണും, ആദ്യത്തെ കാണുന്ന ഓപ്ഷൻ അങ്ങ് കുത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്യരുതേ കേട്ടോ. നമ്മൾ കേട്ടറ്റ് പഠിച്ചൊരു ഇതൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് PSC പഠിക്കാൻ. PSC എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിന്റെ ചാകരയാണ്. കേട്ടറ്റിന് അതില്ല, എന്തോ ഒരു ഭാഗ്യമാണ് അത് കേട്ടറ്റിന് അത് ഇല്ലാത്തത്. അല്ലെങ്കിൽ തന്നെ പെർസെൻറ്റേജ് കുറവാണ് ജയിക്കുന്നവരുടെ. അപ്പൊ പിന്നെ നെഗറ്റീവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കേമായിരുന്നല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യണം. മാ ലൈസ മിനൽ മുഹ്സനാത്തുൽ ലഫ്ലിയ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. മുഹ്സനാത്തുൽ ലഫ്ലിയയിൽ പെടാത്തത് ഏത്? തൗരിയാണ്. അതിനർത്ഥം ജിനാസും സജവും ഇക്തിബാസും മുഹ്സനാത്തുൽ ലഫ്ലിയയിൽ പെട്ടതാണ്. ഇപ്പൊ തൗരി ഏതിൽ വരും? മുഹ്സനാത്തുൽ മഅനവിയിലാണ്. ഇത് രണ്ടും ഇൽമുൽ ബദീഇലാണ്. ഇഹ്തറ ഷാദ്, ഓഡ് വൺ ഔട്ട്. പെട്ടെന്ന് ചെയ്യും. ഇക്തിബാസ്, ജിനാസ്, മുഖാബല, മസ്തർ. ഇതിന്റെ ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളൊക്കെ നല്ല അടിയടിക്കണം. ചറപറ പോരട്ടെ. അറിയാം നമുക്ക് മസ്ദറാണ്. എന്നുവെച്ചാൽ മസ്ദർ എന്ന് വേറെ ഒന്നും ഇല്ല കേട്ടോ. മറ്റതിന്റെ ഓപ്ഷൻ വെറുതെ ഒരു ഓപ്ഷൻ ഇട്ടെന്നേ ഉള്ളൂ. പഠിക്കാത്ത ആളിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാം മസ്ദറാണ്. ഒന്നും മനസ്സിലാകത്തില്ല. അവർക്ക് ഒത്തിരിയൊക്കെ അറിയെങ്കിൽ കിട്ടും, പെട്ടെന്ന് കിട്ടും. ഓക്കെ, അടുത്തത് അൽ ജിനാസ് വസജഹ മിൻ മബാഹിസിൽ ഇൽമി ഡാഷ്. ജിനാസും സജ്ജവും ഡിസ്കസ് ചെയ്യുന്നത് ഏതിലാണ്? ജിനാസും സജ്ജവും വരുന്നത് ഏതിലാണ്? പെട്ടെന്ന്. ജിനാസും സജ്ജവും വരുന്നത് ഇൽമുൽ ബദീഇലാണ്. ജിനാസും സജ്ജവും അതുപോലെ ഇക്തിബാസും വരുന്നത്. തശാബുഹു ലഫ്ലൈനി ഫിന്നുത്തക്കി വഹ്തിലാഫുമാ ഫിൽ മഅന. രണ്ട് വാക്കുകൾ കാണാൻ ഒരുപോലെ ഇരിക്കും, പക്ഷെ ആശയം വ്യത്യാസമായിരിക്കും. അങ്ങനെ വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൽമുൽ ബദീഅാണ് ആദ്യം പഠിക്കേണ്ടത്. കൃത്യമായ ഡെഫിനിഷൻ പഠിക്കണം, പിന്നെ ഉദാഹരണം പഠിക്കണം. ഇൽമുൽ ബദീഇന്റെ പ്രത്യേകത ഡെഫിനിഷൻ പഠിച്ചാൽ പെട്ടെന്ന് ഉദാഹരണം കിട്ടും. നമുക്ക് മറ്റേ ബയാന് പോലെ നമുക്ക് ഒത്തിരി ആലോചിക്കേണ്ടിയൊന്നും വരത്തില്ല. ജിനാസിന്റെ ഡെഫിനിഷൻ ആണത്. രണ്ട് പദങ്ങൾ, അത് കാണാൻ വെച്ചാൽ സെന്റൻസ് സ്ട്രക്ചർ ഒരുപോലെ ഇരിക്കും, പക്ഷെ അതിന്റെ വ്യത്യാസം എന്താണ്? മാനയിൽ വ്യത്യാസം ഉണ്ടാവും. ജിനാസ് നൗ അൻ ലിൽ ജിനാസ്, ജിനാസിന്റെ നൗകളിൽ പെട്ടതാണ്. ജിനാസിനെ നമ്മൾ പല ഇനങ്ങളായി തിരിക്കുന്നുണ്ട്. അത് ഇനങ്ങളിൽ പെട്ടതാണ്. താമോ, എറുത്താമ്, മക്ലൂബ്, തംസീലി, മുഫസ്സില്. ഓപ്ഷൻ കണ്ട എത്ര ഡൈവേഴ്സ് ആയിട്ടാണ് ഓപ്ഷൻ ഇട്ടേക്കുന്നത് നോക്ക്. നമ്മൾ ജിനാസ് പറയുന്ന സമയത്ത് ജിനാസ് താമുണ്ട്, ജിനാസ് ഒയറ താമുണ്ട്. 4 കാര്യങ്ങൾ ഒരുപോലെ വരുവാണെങ്കിൽ ജിനാസ് താമ്. അങ്ങനെ വരുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ മാറി വരും. ഒരെണ്ണം മാറി വന്നാലും അതിനെ ഒയറ താമെന്ന് വിളിക്കും. പിന്നെ തഷ്ബീഹുൽ മക്ലൂബ്, തഷ്ബീഹ് തംസീലി, തഷ്ബീഹുൽ മുഫ്സല്, മുഫസ്സിൽ. അത് നമ്മൾ തഷ്ബീഹിൽ വരുന്ന കാര്യമാണ്, ജിനാസിൽ വരുന്ന കാര്യമല്ല. ഇത് മറ്റേ തഷ്ബീഹ് എവിടെ വരുന്നതാണ്? ഇൽമുൽ ബയാനിലാണ്. ജിനാസ് വരുന്നത് ഇൽമുൽ ബദീഇലാണ്. ഓക്കെ, അടുത്തത് യകൂനുൽ ജിനാസ് ഒയറുത്താം ഇദാ ഇഖ്തലഫ ഫീഹി ലഫ്ലാനി. രണ്ട് പദങ്ങൾ തമ്മിൽ എന്തിലെ വ്യത്യാസം വരുന്ന സമയത്താണ് നമ്മൾ അതിനെ ഒയറുത്താമെന്ന് വിളിക്കുന്നത്? നൗഇലാണോ, അദദിലാണോ, ഷക്കിലാണോ, വാഹിദ് മിമ്മ ദിക്ര. ഈ പറയുന്നതിൽ ഏതിലൊന്ന് വന്നാലും നമ്മൾ അതിനെ ഒയറുത്താമെന്ന് വിളിക്കും. 4 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ 4 കാര്യങ്ങൾ 4ഉം കറക്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ താമെന്ന് വിളിക്കും. ഇനി 4 എണ്ണത്തിൽ ഒയറുത്താമെന്ന് 4ഉം തെറ്റായി വരുന്നു എന്നല്ല. 4ൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റായി വന്നാലും 2 തെറ്റായി വന്നാലും ഒക്കെ നമ്മൾ അതിനെ ഒയറുത്താമെന്നാണ് വിളിക്കുന്നത്. അതറിയാമെന്നാണ് അവർ നോക്കുന്നത്. അതായത് വാഹിദ് മിമ്മ ദിക്ര, ഈ പറയുന്ന എന്തിൽ തെറ്റ് വന്നാലും അല്ലെങ്കിൽ എന്തിൽ വ്യത്യാസം വന്നാലും നമ്മൾ അതിനെ ജിനാസ് ഒയറുത്താമെന്നാണ് വിളിക്കുക. അടുത്ത നോക്ക്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. എന്തിന്റെ ഉദാഹരണമാണ്? പെട്ടെന്ന്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. തഖ്ഹർ, തൻഹർ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞു. ജിനാസിന്റെ ആണ്. താ, പിന്നെ എന്താണ്? ഖാഫ്, ഹ, റാ. ഇവിടെ വന്നപ്പോൾ താ, നൂന്, ഹ, റാല്. ഖാഫും നൂനും ഒരക്ഷരം മാത്രം മാറിപ്പോയി, ബാക്കിയെല്ലാം കറക്റ്റ് ഒരുപോലെയാണ് വന്നത്. അപ്പൊ തഖ്ഹർ, തൻഹർ വരുമ്പോൾ ജിനാസ് ആണ്. ഒരുപോലെ ഇരിക്കുന്ന പദങ്ങൾ, പക്ഷെ ആശയം വ്യത്യാസമാണ്. അടുത്തത് സുമ്മൈതുഹു യഹിയ ലി യഹിയ. അവന് ജീവിക്കാൻ വേണ്ടി, അവന് ജീവിച്ചിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ അവനെ യഹിയ എന്ന് പേരിട്ടു. അത് പറയുന്നതിൽ അത് എന്ത് തരം ജിനാസ് ആണുള്ളത്? യഹിയ ലി യഹിയ. യഹിയ രണ്ട് യഹിയാണ്, ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ജിനാസ് താമിന്റെ ഉദാഹരണം. ലി യഹിയ ജീവിക്കാൻ വേണ്ടി ഒരു വാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ യഹിയ എന്ത് വാക്ക് തന്നെയാണ് അവൾ ശ്രദ്ധിക്കേണ്ടത്. ലീ ചേർന്ന് വന്നോന്ന് വിചാരിച്ചിട്ട് ഒരു താമെന്ന് വിചാരിക്കേണ്ട. യഹിയ ജിനാസ് താമിന് ഉദാഹരണമാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. തളമീൻ നസർ ഖുർആനിൽ നമ്മൾ കവിത എഴുതുമ്പോഴോ അല്ലെങ്കിൽ നസറിന്റെ എന്തെങ്കിലും എഴുതുമ്പോഴോ
കഥയോ നോവലോ ചെറുകഥയോ എന്താ ആർട്ടിക്കിളോ എന്തെഴുതുന്ന സമയത്തും ഖുറാന്റെ ഒരു ഭാഗം എടുത്ത് വെക്കുക. ഖുറാൻ ഒരു ഹദീസ് ഓർ എനിത്തിങ് ആ ഭാഗത്തിന് എടുത്ത് വെക്കും. പക്ഷെ നമ്മളതിന്റെ എന്ത് പറയത്തില്ല, ഇങ്ങനെ നമ്മൾ ഈ കടപ്പാട് പറയാല്ലേ, റെഫറൻസ് അതൊന്നും പറയാണ്ട് ഒരു ഭംഗിക്ക് നമ്മൾ സ്വന്തം സെന്റൻസ് പോലെ എടുത്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇഖ്തിബാസ് എന്ന് വിളിക്കുക. ഇഖ്തിബാസ്. ഖുറാന് ഖോഫുണ്ട്, ഇഖ്തിബാസിനും ഖോഫുണ്ട്. അപ്പൊ ഇഖ്തിബാസ് ഖുറാൻ, ഹദീസ്. ഓക്കെ. ഇഖ്തിബാസ് മിൻ ഡാഷ്. ഇഖ്തിബാസ് ഏതിലാണ് വരുന്നത്? ബയാനിലാണോ, ബദീഇലാണോ, മആനിയിലാണോ, അറൂളിലാണോ? അപ്പൊ തന്നെ എന്റെ വായന തന്നെ ഇപ്പൊ നമ്മൾ 5 പ്രാവശ്യം കേട്ടെന്ന് തോന്നുന്നു. ഇഖ്തിബാസ് ഏതിലാണ് വരിക? ഇൽമുൽ ബദീഇലാണ് വരിക. സജ്. സജ്ഇന്റെ ഡെഫിനിഷൻ എന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് നോക്ക്. അന്യതശാബഹുൽ അഫ്ലാനി ഫി നുത്ഖ് വയഖ്തലിഫ ഫിൽ മഅന. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ജിനാസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു. തൽമീൻ നസ്ർ ഔ ഷെയർ ഷൈഅ മിൽ ഖുർആനിൽ കരീം ഔ ഹദീസിൻ നബവി. നമ്മളിപ്പോ പറഞ്ഞതുള്ള ഇഖ്തിബാസ് ആണ്. തുവാഫിഖു ഫാസിലത്തൈനി ഫി ഹർഫിൽ അഖീറ. അവസാനത്തെ അക്ഷരത്തിന്റെ ഫാസിലകൾ ഒരുപോലെ വരിക. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അൽ തുവാഫിഖു കലിമത്താനി ഫിൽ മഅന. ഒരു ആശയത്തിലെ ഒരു സെന്റൻസിലെ അല്ലെങ്കിൽ ഒരു ആശയത്തിൽ ഒരു 2 വാക്കുകൾ ഒരുപോലെ വരുന്നതിനല്ല നമ്മൾ സജ്ജ എന്ന് വിളിക്കുക. ഹർഫുൽ അഖീറ അവസാനത്തെ അക്ഷരം അവസാനത്തെ ഫാസിലകൾ ഒരുപോലെ വരുന്നതിനെയാണ് നമ്മൾ സജ് എന്ന് വിളിക്കുക. നമുക്ക് സജിന്റെ ഉദാഹരണം നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫൻ വഅഅതി മുംസികൻ തലഫൻ. അതെന്തിന്റെ ഉദാഹരണമാണ്? ഇതൊക്കെ ക്ലാസിക് എക്സാമ്പിൾ ആണ്. എപ്പോഴും ചോദിച്ചാലും അടുത്ത എക്സാമ്പിൾ ആണ്, എന്നാലും വീണ്ടും ചോദിക്കും അവര്. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖൽഫൻ മുംസികൻ തലഫൻ. സജന്റെ ഉദാഹരണം അവസാനം ഒരുപോലെ വരിക. മുൻഫിഖൻ ഖലഫൻ, അതുപോലെ മുംസികൻ തലഫൻ എന്ന ആ സംഭവം. അടുത്തത് അല്ലാഹുമ്മ അഹ്യിനാ ഫിദ്ദുനിയ മുഅ്മിനീന തുഈന വതവഫീന മുസ്ലിമീന തഅബീന. ഈ ദുആ എന്തിന്റെ ഉദാഹരണമാണ്? അഹ്യാന തുവഫീന, അതുപോലെ മുഅ്മിനീന മുസ്ലിമീന തുഈന തഅബീന. നല്ല ഈണത്തില്. ഈ സജ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നല്ല ഈണം കിട്ടാനാണ്. നല്ല രസത്തിൽ ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റണം. ഓക്കെ. അൽ ജംഉ ബൈന ഷൈഇൻ വളിദ്ദുഹു ഫിൽ കലാം. ഒരു സെന്റൻസ് തന്നെ ഒരു വാക്കും അതിന്റെ ഓപ്പോസിറ്റ് അതിന്റെ ലിദ്ദും ഒരുപോലെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അൽ ജംഉ ബൈന ഷൈഇൻ വളിദ്ദുഹു ഫിൽ കലാം. സെയിം വേർഡിലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ എല്ലാത്തിനും നിങ്ങൾ എടുത്തതേ ഉള്ളൂ. ബദിയാണ് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എല്ലാം ആവർത്തിച്ചുള്ള ക്വസ്റ്റ്യനുമാണ്, ഡെഫിനിഷൻ ബേസ്ഡ് ആണ്. ഒരു കാര്യം ഇതിന്റെ ലിദ്ദും വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് തിബാക്ക്. ഓക്കെ. ഉദാഹരണം കണ്ട ഉടനെ നമുക്ക് ആൻസർ കിട്ടണം, ആലോചിക്കാനൊന്നും നിൽക്കരുത്. ഈ ആയത്തിൽ എന്ത് തരം തഹസീനാത്താണുള്ളത്? മുഹസിനാത്തുൽ ഐക്കാല് റുക്കൂദ്, ഉറങ്ങുന്നവൻ എഴുന്നേക്കത്, അങ്ങനെ തിബാക്ക്. ഖൗലുഹു തആല തുഅതിൽ മൽക മിമ്മൻ തശാ തൻസിൽ മൽക മിമ്മൻ തശാ. തുഅതി തൻസിൽ ബാക്കി ഒരുപോലെ വരുന്നില്ലേ? അവിടെ എന്താണ്? തിബാക്കാണ്. തുഅതി തൻസിൽ ഒരു വാക്കും അതിന്റെ ഓപ്പോസിറ്റും വരാം. അൽ ജംഉ ബൈന ഷൈഇൻ വളിദ്ദുഹു ഫിൽ കലാം. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? മുഖാബലയാണോ തിബാക്കാണോ? തിബാക്കാണേ. അടുത്ത വയഹല്ലു ലഹും ത്വയ്യിബാതു വയഹതിമു അലൈഹിമുൽ ഖബായിസ്. ഇങ്ങനെ ചില വാക്കുകൾ മാത്രം വന്നാലേ നമ്മൾ തിബാക്ക് എന്ന് വിളിക്കും. എന്നൊരു സെന്റൻസ് മുഴുവനായിട്ട് അങ്ങനെ ഒരു വാക്ക് ഓപ്പോസിറ്റ്, ഒരു വാക്ക് ഓപ്പോസിറ്റ്, അങ്ങനെ ഒരു പ്രത്യേക ഈണത്തിൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു ടോണിൽ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ പിന്നെ തിബാക്ക് എന്നല്ല വിളിക്കുക. യുഹല്ലു, അതുപോലെ എന്താണ്? യുഹരിമു. ലഹും ഇപ്പുറത്ത് നോക്കുക അലൈഹിം. ത്വയ്യിബാത്തിന്റെ ഓപ്പോസിറ്റ് അപ്പുറത്ത് ഹബായ. കണ്ടോ? ഹബായിസ്. അതുപോലെ അങ്ങനെ ഒരു വാക്കും ഓപ്പോസിറ്റും വരുന്നതാണ് തിബാക്ക്. എന്നാൽ ഒത്തിരി വാക്കുകളും അതിന്റെ അതേ ഓർഡറിൽ അതിന്റെ അതേ ഓപ്പോസിറ്റുകൾ ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെ നമ്മൾ മുഖാബല എന്ന് വിളിക്കും. അതാണ് തിബാക്കും മുഖാബലയും തമ്മിലുള്ള വ്യത്യാസം. ഒരു വാക്കും ഇപ്പൊ ഐക്കാലൻ റുക്കൂദ് അങ്ങനെ വന്നാല്, ഒരു വാക്ക് മാത്രമായിട്ട് വന്നാൽ നമ്മൾ തിബാക്ക് എന്ന് വിളിക്കും. എന്നാൽ ഒരു വാക്ക്
ഒരു സെന്റൻസ് ഇങ്ങനെ വരിക, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ കറക്റ്റ് ഓർഡറിൽ, ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ യുഹല്ല്, അതിന് യുഹരിയും, ലഹും അലൈഹും തൊയ്ബാത്ത് ഹബായിസ് എന്നുള്ള ആ ഓപ്പോസിറ്റ് അതേ ഓർഡറിൽ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ മുക്കാബില എന്ന് വിളിക്കും. അല്ല ഇന്നക്കും ലതക്സുറൂന ഇൻദൽ ഫസഹ് വതകുല്ലൂന ഇൻദൽ ത്വമ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഉദാഹരണങ്ങളാണ്. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കാനൊന്നും നിൽക്കരുത്. കണ്ട ഉടനെ ഏത് ഉദാഹരണമാണെന്നോ ആലോചിക്കുക, ആൻസർ എഴുതാം. തക്സുറൂന ഇൻദൽ ഫസഹ്, തക്കില്ലൂന ഇൻദൽ ത്വമ. തക്സുറൂന തക്കില്ലൂന, ഫസാഹ് ത്വമാഴ്. ഇത് അതേപോലെ തന്നെ എന്താണ്, അതേ ഓർഡറിൽ ഇപ്പുറത്തെ ഓപ്പോസിറ്റുകൾ ഇങ്ങനെ അടുക്കി വെക്കുക. അതാണ് മുക്കാബല. ഓക്കെ, എത്ര മിസാലിൽ ഹുസ്നു തൈലി, ഹുസ്നു തൈലിന്റെ ഉദാഹരണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ 4 ഈ ഉദാഹരണം നിങ്ങൾ പഠിപ്പിക്കാനൊന്നുമല്ല ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ ബലാവാദിക ടെക്സ്റ്റിൽ ഹുസ്നു തൈലിന്റെ ഉദാഹരണം എവിടെ നോക്കിയാലും കാണുന്ന ഈ ഒരൊറ്റ ഉദാഹരണമാണ്. അത് നമ്മുടെ സി ആണ്. ഒമാ കലിഫത്തു ബദറുമണി, അത് നമ്മൾ ഈ ചന്ദ്രനിൽ കാണുന്ന ഒരു ഹുസ്നു തൈലി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ ചന്ദ്രനില്ലേ, ചന്ദ്രൻ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ചന്ദ്രനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആകാശത്ത് നോക്കുന്ന സമയത്ത് അതിൽ ചില അടയാളങ്ങൾ കാണാൻ പറ്റില്ലേ. അതിന് കാരണം എന്താണ്, ചന്ദ്രനിൽ നല്ല കുന്നുകളും മലകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിന്റെ അടയാളങ്ങൾ പോലെ കാണുന്നത്. അപ്പൊ ഒരു സാഹിത്യകാരൻ പറയുവാണ്, ആ അടയാളങ്ങൾ നമുക്കറിയാം, അത് യഥാർത്ഥ അടയാളങ്ങളാണ്, അത് എന്താണ് അതിന്റെ രൂപം അങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്നാലും സാഹിത്യകാരൻ പറയാണ്, എന്റെ കാമുകി പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എന്റെ കാമുകി എന്നെ വിട്ടു പിരിഞ്ഞു പോയ സമയത്ത് അതിന്റെ വിഷമം സഹിക്കാൻ വയ്യാതെ ചന്ദ്രൻ അവന്റെ മുഖത്തടിച്ച് കരഞ്ഞതിന്റെ പാടാണ്. ചന്ദ്രൻ ഇവരുടെ വേർപാട് കണ്ടിട്ട് വിഷമിച്ചിട്ട് അവനെ മുഖത്തടിച്ചതിന്റെ പാടാണ് ആ മുഖത്ത്, ചന്ദ്രന്റെ മുഖത്ത് കാണുന്നതെന്ന്. അതായത് നമ്മുടെ വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സത്യത്തിനെ സാഹിത്യത്തിന് വേണ്ടി, സാഹിത്യം പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനെ നിഷേധിക്കുക. അതായത് നമുക്കറിയാം ചന്ദ്രന്റെ പാടം അങ്ങനെ ഉണ്ടായതല്ലാണ്. ചന്ദ്രൻ ഇവരുടെ വേർപാട് കണ്ടിട്ട്, ചന്ദ്രൻ പിന്നെ അതല്ലേ പണി, ഇവരുടെ വേർപാട് കണ്ടിട്ട് മുഖത്തടിച്ച് കരയാന്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് അതിന്റെ മുഖത്ത് ആ പാട് വന്നത് എന്നിങ്ങനെ പറയുന്നതിനാണ് ഹുസ്നുൽ തഹ്‌ലീൽ എന്ന് വിളിക്കുക. അപ്പൊ ഈ ബദറുൽ മുനീറിന്റെ ഉദാഹരണം കണ്ടാൽ ഉടനെ അത് ഹുസ്നുൽ തഹ്‌ലീലിന്റേതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഇതുപോലെ തന്റെ ഹുസ്നുൽ തഹ്‌ലീലിന്റെ ഉദാഹരണം പറഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഉദാഹരണമേ കാണത്തുള്ളൂ എക്സാമിന്, വേറെ ചോദിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. PSC ആണെങ്കിലാണ് പിന്നെ ഒരു സാധ്യത ഉള്ളത്, കേട്ടതിനൊരു സാധ്യതയും കാണുന്നില്ല. ബദറുൽ മുനീർ ഖദീമ എന്ന് പറയുന്ന ആ ഉദാഹരണം, കൽഫത്തിന്റെ പാട് എന്ന അർത്ഥത്തിൽ അത് കണ്ടാലുടനെ അത് ഹുസ്നുൽ തഹ്‌ലീലിന്റെ ഉദാഹരണമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത് എപ്പോഴും ചോദിച്ചു കേട്ടതിനും അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അന അഫ്സഹുൽ അറബ് ബിയദി അന്നി മിൽ ഖുറൈശ്. ഞാൻ ഖുറൈശി ആണെങ്കിൽ ഞാനാണ് ഏറ്റവും ഫസീഹായിട്ട് സംസാരിക്കുന്ന അറബി എന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ്. ഇത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? അൽ ഉസ്ലൂബുൽ ബലാഇ മുസ്തഖ്ദിമു ഫി ഹാദിൽ ഖൗല്. അന അഫ്സഹുൽ അറബ്, ഞാൻ അറബികളിൽ ഏറ്റവും ഫസീഹായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ബിയദി അന്ന മിൽ ഖുറൈശ്, ഞാൻ ഖുറൈശികളിൽ പെട്ടവനാണെങ്കിൽ പോലും. അതായത് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെ പറയത്തില്ലേ, നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ, പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാ, ഒരു സിനിമ കണ്ടു പറയാ നല്ല സിനിമയായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ അർത്ഥം അത് കഴിഞ്ഞിട്ട് എന്തോ മോശമായ ഒരു കാര്യം, അതിന്റെ മ്യൂസിക് ഡയറക്ടർ കൊള്ളത്തില്ലായിരുന്നു. നമ്മളിങ്ങനെ പറയത്തില്ലേ, നല്ല സിനിമയായിരുന്നു പക്ഷെ അതില് കാസ്റ്റ് ചെയ്ത നടൻ കൊള്ളത്തില്ലായിരുന്നു, അത് നല്ല സിനിമയായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്ഷെ കൊള്ളത്തില്ലായിരുന്നു. പക്ഷേ പറയുന്ന സമയത്ത് നമ്മൾ നോർമലി എന്ത് പറയും, അടുത്തത് ഒരു നെഗറ്റീവ് പറയാൻ, പോസിറ്റീവ് പറഞ്ഞിട്ടാണെങ്കിൽ അടുത്ത നെഗറ്റീവ് പറയാനാണ് സാധ്യത. ഇപ്പൊ പറയാം എന്താണ്, നമ്മൾ ഇങ്ങനെ പറയും, ഓ ഭയങ്കര മോശം പ്രസംഗമായിരുന്നു. പക്ഷെ അങ്ങനെ പക്ഷെ പറയുമ്പോൾ അടുത്ത് സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ആ സ്റ്റേജ് കൊള്ളായിരുന്നു. നമ്മൾ മോശം പറഞ്ഞു, അടുത്ത പക്ഷേ പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രതീക്ഷിക്കുക. അതുപോലെ നല്ലത് പറഞ്ഞു പിന്നെ പക്ഷേ പറയുമ്പോൾ മോശമാണ് പ്രതീക്ഷിക്കുക. ഇത് ഇവിടെ നോക്കുക, അതിന് അഫ്സൽ അറബി, ഞാൻ അറബികളിൽ ഏറ്റവും നല്ലവനാണ്. ബൈദ പക്ഷേ എന്ന് പറയാൻ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് വേറെ എന്തോ നെഗറ്റീവ് പറയാൻ പോണമെന്നാണ്. അപ്പേ പറയാം അന്യ പിന്നെ കുറേശ്ശി, ഞാൻ കുറേശ്ശികളിൽ പെട്ടവനാണെങ്കിൽ, ഖുറൈശികളിൽ പെട്ടെന്ന് വെച്ചാൽ എന്താണ് അറബി നാടുകളിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഏറ്റവും നല്ല സാഹിത്യകാരന്മാരുണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ ഒരു കവിതയാണ് ഖുറൈശികൾ. അപ്പൊ ഖുറൈശികളിൽ പെട്ടവനാണെന്ന് പറയുന്നത് തന്നെ വലിയ മഹത്വമാണ്. അങ്ങനെ പറയാം, ഖുറൈശികളിൽ പെട്ടവനാണെങ്കിൽ പോലും ഞാൻ തന്നെയാണ് ഏറ്റവും നല്ലത്. അവിടെ നമ്മൾ ഈ പക്ഷേ കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഒരു മോശം കാര്യം പറയുമെന്നാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് തഅക്കീദുൽ മദ്ഹ് ബിമാ യുശബ്ബഹു സമ്മ. നമ്മ പറയുവാതെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് മദ്ഹിനെ തന്നെ നന്നായിട്ട് പറയാം. അതായത് അഫ്സഹുൽ അറബ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മദ്ഹാണ് ഞാൻ ഖുറൈശിയിൽ പെട്ടവനാണെന്നുള്ളത്. നമ്മൾ ഈ ബൈദ ആ പക്ഷേ എന്നുള്ള വാക്ക് പറഞ്ഞത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനി അടുത്തത് നമ്മ പറയാൻ പോവുകയാണെന്ന്. പക്ഷെ പറ്റിച്ചേന്ന് പറയത്തില്ല, അയ്യെ പറ്റിച്ചേന്ന് പറയുന്ന പോലെ തഅക്കീദുൽ മദ്ഹ് ബിമാ യുശബ്ബഹു സമ്മാണ് അന അഫ്സഹുൽ അറബ് ബൈദ അനിൽ ഖുറൈശ് എന്ന് കാണണം. ഇതും വല്ലപ്പോഴും ചോദിച്ചാൽ, വല്ലപ്പോഴും
കേട്ടിട്ടുണ്ട്. സെറ്റിനൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. PSC ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൽമുൽ അറൂദും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോവേ. മാ ഹുവ, എത്ര 10 മണിയായ. മാ ഹുവ തഅരീഫ് ഇൽമുൽ അറൂദ്. ഇൽമുൽ അറൂദിന്റെ തഅരീഫ് എന്താണ്? പെട്ടെന്ന് ചെയ്യ്. ഇൽമുൽ അറൂദ് ഖവാഇദുൽ വയാണോ, തഹ്സീനുൽ വയാണോ, താരിഖ് നഷാത്തുൽ വയാണോ, ഔസാൻ ഷെയർ ഫാസിദുഹാണ്. അറിയാലോ നമുക്ക് ഇൽമുൽ അറൂദ് എന്ന് വെച്ചാൽ പാട്ടുമായി ബന്ധപ്പെട്ടതാണ്. പാട്ടിന്റെ ഈണങ്ങൾ, താളങ്ങൾ, അതൊക്കെയാണ് ഇൽമുൻ യുറഫു ബിഹി സ്വഹീഹു ഔസാൻ ഷെയർ ഫാസിദുഹാണ്. വാലിഹു ബഹറുൽ മുത്തദാരിക്. മുത്തദാരിക് എന്ന് പറഞ്ഞ ബഹർ കണ്ടുപിടിച്ചത് ആരാണ്? പെട്ടെന്ന് പറ. മുത്തദാരിക് അലി ഇബ്നു അഹ്മദ്, അഹ്ഫശ്, സീബവൈഹി, ആയിഷ തൈമൂരി. ആരാണ് മുത്തദാരിക് കണ്ടുപിടിച്ചത്? നമുക്കറിയാം. മുത്തദാരിക് കണ്ടുപിടിച്ചത് അഹ്ഫശ് ആണ്. അപ്പൊ മുത്തദാരിക് ചോദിച്ചാൽ അതുപോലെ തൊബീൽ ആരാണ് കണ്ടുപിടിച്ചത്, മദീദ് ആരാണ് കണ്ടുപിടിച്ചത്, അങ്ങനെ ചോദിക്കത്തില്ല. കാരണം ആ ബാക്കി 15 കണ്ടുപിടിച്ചത് ഒരാളാണ്. ഒരെണ്ണം മാത്രമാണ് അഹ്ഫശ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്, മുത്തദാരിക് ചോദിക്കുന്നത്. ഇൽമുൻ യുമയ്യിസു ബൈന നസ്ർ വശർ. നസറിനെയും ഷെയറിനെയും കൂടെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ മാറ്റുന്ന കാര്യം എന്താണ്? അതായത് നസർ ഒരു കഥ, അല്ലെങ്കിൽ ചെറുകഥ, ഒരു കവിത, ഇപ്പുറത്തൊരു കവിത ഇരിക്കുന്നത്. പക്ഷെ രണ്ടും കണ്ട് നമുക്ക് മനസ്സിലാവും, ഒന്ന് കവിതയാണ്, മറ്റേത് കഥയാണ്, അല്ലെങ്കിൽ മറ്റേ ചെറുകഥയാണ്, അല്ലെങ്കിൽ മറ്റേത് നോവലാണെന്ന് മനസ്സിലാവും. അങ്ങനെ വേർതിരിക്കുന്ന, നസറിനെ ഷെയറിനെ വേർതിരിക്കുന്ന ഘടകം എന്താണ്? നമുക്കറിയാവുന്ന കാര്യം തന്നെ നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ആൻസർ എഴുതാം, ഡെഫിനേഷൻ ഒന്നും അറിയത്തില്ലെങ്കിലും. നമുക്ക് പാട്ടാവുന്നത് എപ്പോഴാണ്? അതിന് താളം ഉള്ളപ്പോഴാണ്. ഇൽമുൽ അറൂദാണ്. താളം ഉള്ളപ്പോഴാണ്, അതിന്റെ ഈണം ഉള്ളപ്പോഴാണ് പാട്ട് പാട്ടായും, അല്ലെങ്കിൽ കവിത കവിതയായും, മറ്റേതെല്ലാം സാഹിത്യ ഇനങ്ങൾ നസറായിട്ട് നിൽക്കുക. യഅ്തബിറു ഖലീൽ ഇബ്നു അഹ്മദ് വാളിഹു ഡാഷ്. ഖലീൽ ഇബ്നു അഹ്മദിനെ വാളിഹു ഡാഷ് എന്നാണ് വിളിക്കുന്നത്. വാളിഹു ഇൽമുൽ താരീഖ്, ഇൽമുൽ ലുആ, ഇൽമുൽ അറൂദ്, ഇൽമുൽ ബലാഅ. മാറിപ്പോരുതേ. ഇൽമുൽ ബലാഅ ആരാണ്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. ഇവിടെ ചോദിച്ചത് ഖലീൽ ഇബ്നു അഹ്മദ് ആണ്. ഖലീൽ ഇബ്നു അഹ്മദ് വാളിഹു ഇൽമുൽ അറൂദ് ആണ്. മറ്റേത് മാറിപ്പോരുത്. ഇൽമുൽ ബലാഅ ചോദിച്ചാലും അബ്ദുൽ ഖാഹിർ ജുർജാനി, ഇൽമുൽ ബയാൻ ചോദിച്ചാലും, ഇൽമുൽ മആനി ചോദിച്ചാലും അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. ഇൽമുൽ ബദീഹ് ചോദിച്ചാലും അബ്ദുല്ലാഹ് ഇബ്നു മുഅത്തസ് ആണ്. ഇൽമുൽ അറൂദ് ചോദിച്ചാല് ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഓട്ടിച്ചൊന്ന് പറഞ്ഞുതരാം. അറൂദിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ നമ്മൾ ബഹർ വൃത്തം അത് പറയും. അതായത് വസനുൽ മ്യൂസിക്കി അല്ലതി തസീറു അലൈഹി ഖസീദ ഫി അബയാത്തിഹ ജമിയ. നമ്മൾ കവിത എഴുതുന്ന സമയത്ത് ഒരു നിശ്ചിത രൂപത്തിൽ നമ്മൾ എഴുതും. ആ രൂപത്തിനെ നമ്മൾ വൃത്തം എന്ന് വിളിക്കും. മലയാളത്തിൽ എന്താണ് മഞ്ചരി വൃത്തം എന്നൊക്കെ പറയുന്ന പോലെ അറബിക്കില് വൃത്തങ്ങളുണ്ട്, ധാരാളം വൃത്തങ്ങളുണ്ട്, 16ഓളം വൃത്തങ്ങളുണ്ട്. അത് വൃത്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ അടുക്കി ഇത് ഉണ്ടാക്കുക. ആ അടുക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ തഫ്ഈലിയ എന്ന് വിളിക്കുക. തഫ്ഈല എന്നാണ് വിളിക്കുക. തഫ്ഈലിയ തന്നെ 5 അക്ഷരമുള്ള തഫ്ഈലിയുണ്ട്, 7 അക്ഷരമുള്ള തഫ്ഈലിയുണ്ട്. അത് വേറൊന്നുമല്ല, ഒന്ന് ഫഊലുൻ, അതുപോലെ ഫായിലുൻ, അത് 5 അക്ഷരമുള്ളതാണ്. അത് ഈ ഫഊലിനെ ഫായിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി വെച്ചിട്ടാണ് ഓരോ ഈണവും ഓരോ ട്യൂണും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ പാട്ട് പാടുമ്പോൾ സാരി ഗാമ പാദാനിസ ഇത്രേ ഉള്ളൂ. പക്ഷെ അതിനെ പല രീതി അടുക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ ട്യൂൺസ് കണ്ടുപിടിക്കുക. അതുപോലെ അറബിക്കിൽ എന്തുണ്ട്, ഹമാസി എന്നും സബായി എന്ന് പറഞ്ഞ കുറെ തഫീലുകളുണ്ട്. ഈ തഫീലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടുക്കി വെക്കുമ്പോൾ ഓരോരോ ട്യൂൺ കിട്ടും. ആ 5 ഉള്ള ഹമാസിയിൽ പെട്ടതാണ് ഫഊലിനും ഫായിലും. 7 ഉള്ളതാണ് മഫായിലുൻ, ഫായിലാത്തുൻ, മുത്തഫായിലുൻ, മുസ്തഫീലുൻ, മഫൂലാത്തുൻ. ഇതിന് അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, വളരെ കുറവാണ്. ഈ വഹിദ് അൽ മ്യൂസിക്കിയാൻ ചോദിക്കും കേട്ടോ. ബഹറിന്റെ വഹിദ, യൂണിറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ സാധനം, അതിന്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടി ഏറ്റവും ചെറിയ സാധനം. അപ്പൊ തഫീലകൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട്, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഓരോ കവിത പറയും. ഇപ്പൊ എന്താണ് തൊവീലിന്റെ ഇതെന്താണ്? തൊവീലുൽ ഹുദൂനി ബുഹൂരിൽ ഫളായിലു ഫഊലുൻ മഫായിലുൻ ഫഊലുൻ മഫാലി. ഫഊലിനെയും മഫായിലിനെയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അതിനെ 4 പ്രാവശ്യം പറയുമ്പോൾ അത് തൊവീൽ എന്ന ട്യൂണായി. അങ്ങനെ ഇനി അതുപോലെ ചോദിക്കുന്ന കാര്യമാണ്, ഒരു കവിതയുടെ വരി തന്നിട്ട് അതിന്റെ ആദ്യത്തെ കവിതയുടെ വരി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 2 വരികൾ ഇങ്ങനെ കാണും. ഓക്കെ, ഒരു വരി ഒരു സ്പേസ് ഇട്ടിട്ട് രണ്ടാമത്തെ വരി. മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മൾ സാധാരണ കവിതയുടെ കാര്യം പറയുന്ന സമയത്ത് എന്താ വരിയുടെ കാര്യം പറയാം. അപ്പൊ ഇത് ഒരു വരി, അങ്ങനെ നമ്മൾ പറയാം. ഇത് ഒരു വരി, ഇത് മൊത്തത്തിൽ ഒറ്റ വരിയാണെന്നും പറയാം. ആ വരിക്ക് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം അശത്തറുൽ ഊല, ഈ സാധനം ഇല്ലേ, ഈ സാധനം മുസ്തഫീലിൻ ഫായിലിനും മുസ്തഫീലിൻ ഫായിലും, ആ ഒന്നാമത്തെ ഭാഗത്തിനെ നമ്മൾ സ്വദർ എന്ന് വിളിക്കും. ഓക്കെ, ഷത്തറുൽ അവ്വൽ, ഈ ഷത്തറിന് പകരം സത്തർ എന്ന് കാണും കേട്ടോ. അങ്ങനെ ആൻസർ എഴുതരുത്. ഷത്തർ എന്ന് തന്നെയാണ്. സത്തർ എന്ന് വെച്ചാൽ വരി എന്നാണ് അർത്ഥം. ഷത്തർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ പഴയ വീടുകളൊക്കെ വെക്കത്തില്ലേ, പഴയ വീട് വെച്ച് ഈ 2 പാളികളുള്ള കഥ ഉണ്ടല്ലോ, തുറക്കാൻ പറ്റുന്ന 2 പാളി,
ആ പാളിയുടെ വാക്കാണ് ഷത്രം എന്നുള്ളത്. അപ്പം ആ സ്വതറം എന്ന് വെച്ചാൽ ഒരു കവിതയിലെ ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ ഷത്രുൽ അവലിനെയാണ് നമ്മൾ സ്വതറം എന്ന് വിളിക്കും. ആ രണ്ടാമത്തെ ഭാഗത്തിന് നമ്മൾ അജിസ് എന്ന് വിളിക്കും. അങ്ങനെ കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സ്വതറും അജിസും. ഇനി സ്വതറും അജിസും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു വരിയിലെ ആദ്യത്തെ ആ വരിയെ നമ്മൾ സ്വതറം എന്ന് വിളിക്കും, രണ്ടാമത്തെ പകുതിനെ നമ്മൾ അജിസ് എന്ന് വിളിക്കും. ഈ സ്വതറിൽ തന്നെ അവസാനത്തെ ഫായിലയില്ലേ, അവസാനത്തെ തഫയിലയില്ലേ, അതെന്തായാലും ഇതിപ്പം മുസ്തഫിലിൻ ഫായിലിൻ മുസ്തഫിലിൻ ഫായിലിൻ അങ്ങനെയാണ് നമ്മൾ ഒരു വരി ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അതില് ആ മുസ്തഫിലിൻ ഫായിലിൻ ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ അറുപത് വിളിക്കും. പിന്നെന്താണ് അവസാനത്തെ രണ്ടാമത്തെ ഭാഗത്തിന് സ്വതറും അജിസ് എന്ന് വിളിക്കും. ഈ സ്വതറിന്റെ അവസാനത്തെ തഫ്ഈല, ഈ ഫായിലിനില്ലേ, ഈ ഫായിലിൻ, ആ ഫായിലിനെയാണ് നമ്മൾ അറൂദ് എന്ന് വിളിക്കാം. ആഹിർ തഫ്ഈല ഫി ഷത്റുൽ അവൽ, അല്ലെങ്കിൽ ആഹിർ എന്താണ് തഫ്ഈല ഫിൽ സ്വദർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അറൂദ് എന്നാണ് വിളിക്കുക. അതിന്റെ പേരാണ് അറൂള്. ഇനി രണ്ടാമത്തെ വരിയില്ലേ, അതായത് സ്വദർ അജിസിലെ അവസാനത്തെ വരിയില്ലേ, അതിന് നമ്മൾ വേറൊരു പേരിട്ടും വിളിക്കും. അതാണ് ലർബ്. ഇവിടെ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഒരു കവിത തന്നാല് 2 വരികൾ ഇങ്ങനെ കാണും. ഓക്കെ, അതിൽ ആദ്യത്തെ വരി നമ്മൾ സ്വതറന്ന് വിളിക്കും, അതായത് മൊത്തത്തിൽ സ്വതറന്ന് വിളിക്കും. ഈ രണ്ടാമത്തെ ഭാഗത്തിന് നമ്മൾ അജിസ് എന്ന് വിളിക്കും. അത്ര അറിയാലോ, അത്ര മനസ്സിലായല്ലോ. എന്നിട്ടോ ഈ ആദ്യത്തെ വരിയുടെ അവസാനത്തെ തഫ്ഈലിനെ നമ്മൾ അറൂദ് എന്ന് വിളിക്കും, രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ തഫ്ഈലിനെ ലർബ് എന്ന് വിളിക്കും. എല്ലാം ഒന്ന് തന്നെ, പക്ഷെ പേര് വേറെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ അറൂദും ലർബും അല്ലാണ്ട് ഈ ബാക്കിയുള്ള ഭാഗം ഇല്ലേ, മുസ്തഫിലിൻ ഫായിലിൻ മുസ്തഫിലിൻ, അതുപോലെ ഈ മുസ്തഫിലിൻ ഫായിലിൻ മുസ്തഫിലിൻ, അതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ ഹഷ്വ് എന്ന് വിളിക്കും. കണ്ടോ, ഹഷ്വ്. അറൂദുണ്ട്, ലർബുണ്ട്, ഹഷ്വുണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാം. വേറൊന്നുമില്ല, നമ്മളൊരു സാധാരണ കവിത എഴുതുന്ന സമയത്ത് 2 വരികൾ കാണും. അതിൽ ആദ്യത്തെ വരിയുടെ ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ സ്വദർ എന്ന് വിളിക്കും, രണ്ടാമത്തെ ഭാഗത്തിന് അജിസ് എന്ന് വിളിക്കും. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാണാമല്ലോ. ഇനി അടുത്ത സ്വദറിലെ അവസാനത്തെ തഫ്ഈലിനെ നമ്മൾ അറൂദ് എന്ന് വിളിക്കും, അജിസിലെ അവസാനത്തെ തഫ്ഈലിനെ നമ്മൾ ലർബ് എന്ന് വിളിക്കും. അതുപോലെ അത് രണ്ടും അല്ലാണ്ട്, ആ 2 എണ്ണം അല്ലാതെ ബാക്കി വരുന്ന 2 വരിയുടെ പോർഷൻ, ആ പോർഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹഷു എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ. കണ്ടോ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടോ? അറൂല് വാഹിർ ജുസു മിൻ ഡാഷ് ഓ ലർബ് ആഹിർ ജുസു മിൻ അജിസ്. അറൂല് ഈ സാധനത്തിന്റെ അവസാനത്തെ ഭാഗമാണ്, ലർബ് അജിസിന്റെ അവസാന ഭാഗമാണ്. അജിസിന്റെ അവസാന ഭാഗത്തിനെയാണ് ലർബ് എന്ന് വിളിക്കുക, അതുപോലെ എന്തിന്റെ അവസാന ഭാഗത്തിനെയാണ് അറൂൽ എന്ന് വിളിക്കുക. അറൂലും ലർബും, സ്വദറും അജിസും. സ്വദറിന്റെ അവസാനത്തെ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അറൂൽ എന്ന് വിളിക്കുക. ഓക്കെ, ഇഹ്തറ ഷാദ് ഒറ്റപ്പെട്ടത് കണ്ടുപിടിക്കുക. തൊവീല് ഖസീർ ഖലീല് ബുഹൂർ. രസമുള്ളല്ലേ? തൊവീല് ഖസീർ ഖലീല് ബുഹൂർ. ഏതാണ് ഒറ്റപ്പെട്ടത്? ഖസീറാണ്. തൊവീല് ഒരു ബഹറിന്റെ പേരാണ്. ഖലീല് ഖലീൽ ബിൻ അഹമ്മദ് ആണ്. ബുഹൂർ ബഹർ അതുമായി ബന്ധപ്പെട്ടാണ്. ഖസീർ എന്ന വാക്ക് മാത്രം അതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഓക്കെ, വീണ്ടും നോക്ക്. കാമില്, ബസീത്ത്, ഇഷ്തിആല്, വാഫിർ. അപ്പൊ 16 ബഹറുകളുടെയും പേര് പഠിക്കണമെന്ന് നിർബന്ധമാണ്. കാമില്, ബസീത്ത്, ഇഷ്തിആല്, വാഫിർ. ഒരെണ്ണം മാത്രം ബഹറിന്റെ പേരല്ല, ബാക്കിയെല്ലാം ബഹറിന്റെ പേരാണ്. ഇഷ്തിആല്, ബാക്കിയെല്ലാം ബഹറിന്റെ പേരാണ്. അതായത് 16 ബഹറിന്റെ പേരുകൾ നമ്മൾ പഠിക്കാം. ഏതൊക്കെയാണ്? തൊവീല്, മദീദ്, ബസീത്ത്, വാഫിർ, കാമില്, ഹസജ്, റജസ്, റംല്, സരീ, മുൻസരി, ഹഫീഫ്, മുലാരി, മുക്തലിബ്, മുജിത്തസ്, മുത്തഖാരിബ്. അത്രയും ഖലീൽ ബിൻ അഹമ്മദാണ്. അവസാനത്തെ ഒരെണ്ണം മാത്രം, മുത്തദാരിക്ക് മാത്രം അരഹഫഷാണ്. ഇതിന്റെ മറ്റേ ട്യൂണും കൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഉപയോഗമായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ആളാണെങ്കിൽ പഠിക്കണ്ട, എക്സാം കഴിയുന്നവരെ ഇനി എന്തായാലും പഠിക്കണ്ട. പേര് എന്തായാലും കൃത്യമായിട്ട് പഠിച്ചേക്കാം. മറ്റു ട്യൂൺ ഉണ്ടല്ലോ, തൊവീലുൽ ലഹൂദൂനി, ബുഹൂരുൽ ഫളായിലു, ഫഊലുൽ മഫായിലിൻ, ഫഊലുൽ മഫായിൽ. അതുപോലെ മദീദിലാണെങ്കിൽ ഈ മദീദ് ഷഅരിയൻ ദി സിഫാത്തുൻ ഫായിലാത്തുൻ ഫായിലുൻ ഫായിലാത്തുൻ. ബസീത്തിലാണെങ്കിൽ ഇന്നൽ ബസീത്ത്, അതല്ലേ വാഫിർ. ബുഹൂരി ഷഅരി വാഫിർ ഹാജിമീലും മഫാലത്തുൻ മഫാലത്തുൻ ഫഊൽ. കാമിൽ കമലൽ ജമാലി മിനൽ ബുഹൂരിൽ കാമിലും. അങ്ങനെയില്ലേ? അല്ലൽ ഹസാരി റസീലൻ മഫായിലിൻ മഫായിലിൻ. റജസുഫിയ ബഹരിൽ തർവി. ആ സംഭവം പറ്റുമെങ്കിൽ, അറിയാമെങ്കിൽ, അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഇന്നേ വരെ ആ സാധനം കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ലെങ്കിൽ
തുടരുത്. 16ന്റെ പേര് മാത്രം പഠിച്ചിരിക്കുക. തൊവീല്, മദീദ്, ബസീത്ത്. കാണാതെ ഒന്നും പഠിക്കാനൊന്നും നിൽക്കേണ്ട. ഈ കാര്യം കണ്ടാല് മനസ്സിലാവണം. ഓഡ് വൺ ഔട്ട് ചോദിച്ചാലും മനസ്സിലാവണം. അത്രേ ഉള്ളൂ. ഒരു 10 പ്രാവശ്യം വായിച്ചു വെച്ചേക്കുക. തൊവീല്, മദീദ്, ബസീത്ത്, വാഫിർ, കാമില്, ഹസജ്, റജിസ്, റംല്, സരിയ്, മുൻസരിഹ്, ഹഫീഫ്, മുലാരിയ്, മുക്തലിബ്, മുജിത്തസ്, മുത്തഖാരിബ്, മുത്തദാരിക്ക്. 16ന്റെ പേര് കൃത്യമായിട്ട് പഠിച്ചിട്ടേക്കുക. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നോക്കുക. പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ നോക്കരുത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുവാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വന്നാൽ നേരിട്ട് DM ചെയ്യാം കേട്ടോ, എപ്പോഴായാലും. വീണ്ടും പറയാണ്, ബദിയ പഠിക്കണം കൃത്യമായിട്ട്, പിന്നെ ബയാൻ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് മഹാനി എഴുതണം. ബഹർ ജസ്റ്റ് ഓടിച്ചൊക്കെ നോക്കണം. ഇൽമുൽ അറൂദിന്റെ ഡെഫിനിഷൻ ഒക്കെ നോക്കണം. നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്തോളാം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ സെഷനോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോ നമുക്ക് ഇന്ന് സെഷൻ എടുത്ത സുമയ്യ ടീച്ചറിന് ബ്രൈറ്റ് അക്കാദമിയുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിനി നാളെ 2 ക്ലാസ്സുകൾ ഉണ്ടാവും, 2-3 ക്ലാസ്സുകൾ ഉണ്ടാവും. നാളെ വൈകുന്നേരം 5 മണിക്ക് 5-5:15 അടുപ്പിച്ച് നെഹ്വിന്റെ ക്ലാസ് ഉണ്ടാവും. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ സെഷൻ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും നിർബന്ധമായിട്ടും നാളത്തെ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, നമുക്കിനി വളരെ 1-2 ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ നമ്മുടെ എക്സാം ആണ്. നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് എടുക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചത് മാത്രമേ എക്സാമിന് വരുവുള്ളൂ. ഉറപ്പിച്ച് വീണ്ടും വീണ്ടും പറയാണ്. അല്ലാഹു തആല നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ശുക്രൻ ജസീലൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും വൗസിക്കും ബിദ്വാ തമന്ന ലക്കും കുല്ലു നജാ വഅഖീറൻ അഷ്കുറു ഇലാ സുമയ്യ ടീച്ചർ لأن ألقي إليكم معلومات هائلة بقصر محددة وصغير في قصر محددة. السلام عليكم ورحمة الله وبركاته.